Good morning, all. Morning. Good morning. Very, very good morning. Morning. സ്നാക്സ് ഒക്കെ മേടിക്കേണ്ട ആൾക്കാരൊക്കെ മേടിച്ച് വെച്ചിട്ടില്ലേ? ആരൊക്കെ ഇന്നലെ സ്നാക്സ് ഒക്കെ മേടിച്ചിട്ട് എന്റെ ക്ലാസ്സിൽ കയറുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പായും തലയണയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉറങ്ങാനാ? അപ്പൊ ഓക്കെ, ഇന്ന് കുറെ ദിവസമായ പോലെ എല്ലാരും കണ്ടിട്ട്. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് ശ്രദ്ധിച്ചത് ആർക്കെങ്കിലും അറിയണ ഒരു ടോപ്പിക്കാണോ? ബേൺഡ് ടോസ്റ്റ് തിയറി. കേട്ടിട്ടുണ്ടോ ഈ തിയറിയെ കുറിച്ച്? ഇല്ല. 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 കേട്ടവരാരില്ല. ഇതല്ലേ ഈ ഒരു കഥയുണ്ടല്ലോ അതിന്റെ പുറകില്, ടോസ്റ്റ് ബേർഡ് ആയെങ്കിലും Yes. അതിന്റെ പുറകിലിട്ട എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അത് കഴിക്കുന്നത്, ആ, അതാണോ അത് ഉദ്ദേശിച്ചത്? അതല്ല. നമുക്ക് ആ ഒരു കഥയിലൂടെയാണ് ഇത് പറയുന്നത്. കഥ പറയാം, പക്ഷെ മാം ഉദ്ദേശിച്ചതല്ല ഞാൻ ഉദ്ദേശിക്കുന്ന കഥ. ഓക്കെ, താങ്ക് യു സുസൻ മാം. അതായത് ഒരു ലേഡി രാവിലെ ജോലിക്ക് പോവാൻ തയ്യാറാവുകയാണ്. അപ്പൊ തയ്യാറാവുമ്പോൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെഡ് ടോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഷി വാസ് ടോസ്റ്റിംഗ് ഹെർ ബ്രെഡ്. അപ്പൊ ബ്രെഡ് ടോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല പല കാര്യങ്ങളാണ്, മൾട്ടി ടാസ്കിങ് ആണ്. ജോലിക്ക് പോകാൻ വേണ്ടിയുള്ള തിരക്കിന്റെ ഇടയിൽ ഈ ബ്രെഡ് ടോസ്റ്റ് കഴിഞ്ഞപ്പോ ഇവരാകെ ദേഷ്യം വന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് സമയം കയ്യിൽ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവരുടെ ബസ് എന്തായാലും മിസ്സാവും. ആ ഒരു കണ്ടീഷനായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രെഡ് ടോസ്റ്റ് കരിഞ്ഞു പോയല്ലോ. ഇവര് പക്ഷെ വീട്ടിലെ ഡ്യൂട്ടിയും കാര്യങ്ങളും ഫുഡ് ഉണ്ടാക്കാതെ പോകാൻ പറ്റില്ല. സോ അഗെയിൻ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ വീണ്ടും ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വെച്ചു. ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കി ഒക്കെ സെറ്റാക്കി ഇവരിറങ്ങി ജോലിക്ക് ഇറങ്ങിയപ്പോൾ അവര് ഫുൾ ഇങ്ങനെ അന്നത്തെ ദിവസത്തിന് എങ്ങനെ സ്റ്റാർട്ടിങ് ഓഫ് ദ ഡേ തന്നെ തൊലഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും, എന്റെ സമയമൊക്കെ പോയി, എന്റെ ബസ് ഞാൻ മിസ് ചെയ്തു, ഇനി സമയത്തിന് എനിക്ക് എത്താൻ പറ്റില്ല, ഇനിയിപ്പോ എന്താവും, ലേറ്റ് മാർക്കായി. ഇവരിങ്ങനെ ചിന്തിച്ചിങ്ങനെ പോവാണ് കേട്ടോ. ഇവരിങ്ങനെ ചിന്തിച്ചിങ്ങനെ പോയി. ഒരു 10 മിനിറ്റ് വൈകി ഇവര്. അപ്പൊ ആ 10 മിനിറ്റിനാണ് അവരിങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു 10 മിനിറ്റും കൂടി കഴിയുമ്പോൾ അവര് പരസ്പരം ആളുകളൊക്കെ സംസാരിക്കുന്നത് ഭയങ്കര ഒരു സംഭവമായിട്ട് കേൾക്കുകയാണ്. അവര് റെഗുലർലി പോവാറുള്ള ബസ് ഇറ്റ് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് ആൻഡ് അതിലെ ഭൂരിഭാഗം ആളുകളും മരിച്ചു എന്നുള്ളതാണ്. അപ്പോ ഈ ബ്രെഡ് ഇനിയിപ്പോ എന്താ ചിന്തിക്കുക? ആ ബ്രെഡ് കരിഞ്ഞത് നന്നായില്ലേ? Isn't it? ആ ബ്രെഡ് കരിഞ്ഞില്ലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഷീ വുഡ് ഹാവ് ടേക്കൻ ദാറ്റ് സെയിം ബസ് ഷീ ടേക്സ് ഡെയിലി. ആ മരിച്ച ഒരാളിൽ അവരും ഒരാളായേനെ. സോ ഈ ബേൺഡ് ടോസ്റ്റ് തിയറി എന്ന് പറയുന്ന തിയറി പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഈ ഡിലേസ് ഇൻ ലൈഫ്, ട്രസ്റ്റ് ദ ഡിലേസ് ഇൻ ലൈഫ് എന്നുള്ളതാണ്. ഡിലേ സംഭവിക്കുമ്പോൾ ഉടനെ അതിനെ പഴിചാരി കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് ഔട്ട് ആവാതെ അതൊരു പ്രോസസ് ആണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാനിപ്പം ഈ ബസ് മിസ്സായ കഥ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരുടെയെങ്കിലും പേരോ ഇൻസിഡന്റോ ഓർമ്മ വന്നോ? ഹാവ് യു ഹേർഡ് അബൌട്ട് ഭൂമി ചൗഹാൻ? നോ. പക്ഷെ ഞാൻ പറയുമ്പം നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ ഓർമ്മ വരാം. റീസെന്റ് നടന്ന ഒരു പ്ലെയിൻ ക്രാഷിന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അഹമ്മദാബാദിൽ ടേക്ക് ഓഫ് ചെയ്യുമ്പോ തന്നെ ക്രാഷ് ആയത് ഓർമ്മയില്ലേ? Yes, ma'am. അപ്പൊ അതില് 10 മിനിറ്റ് വൈകിയത് കാരണം ആ ഫ്ലൈറ്റ് മിസ്സായ ഒരു ലേഡിയാണ് ഭൂമി ചൗഹാൻ. ഓർക്കുന്നോ? പേര് ഓർത്തില്ലെങ്കിൽ ഈ സംഭവം ഓർക്കുന്നുണ്ടാവും അല്ലേ? വാർത്തകളില് ഈ ഭൂമി ചൗഹാൻ ഫ്ലൈറ്റ് മിസ്സായപ്പോ ആ സമയത്ത് എന്തോരം പഴിച്ചു കാണും. ട്രാഫിക്, റോഡ്, എന്തിനൊക്കെ പഴിച്ചു കാണും. ബട്ട് ആലോചിച്ച് നോക്കൂ, അന്ന് ആ മരിച്ച അത്രയും പേരിൽ അവർ പെട്ടില്ല എന്നുള്ളതാണ്. ഈ പ്ലെയിൻ ക്രാഷിൽ രക്ഷപ്പെടുന്ന ആദ്യത്തെ വ്യക്തിയൊന്നല്ല ഭൂമി ചൗഹാൻ. അതുപോലത്തെ വേറെയും ആളുകളുണ്ട്. ഈ 2011 ട്വിൻ ടവർ ഇൻസിഡന്റ് ഓർക്കുന്നുണ്ടോ? നമ്മുടെ അൽ-ഖ്വയ്ദ ആക്രമണം. അതിൽ ഇതുപോലെ ഒരു പ്ലെയിൻ കൊണ്ട് ഇടിച്ചിട്ടാണ് ട്വിൻ ടവറിലേക്ക് ഇടിച്ചു കയറ്റുന്നത് അല്ലെ? ആ കയറ്റുമ്പോൾ അതിൽ പ്രശസ്തനായ ഒരാൾ യാത്ര ചെയ്യാൻ ഇരുന്നിരുന്നതാണ് അന്നത്തെ ദിവസം. നമ്മുടെ സ്റ്റീവ് ജോബ്സ്.
അപ്പൊ അന്നേ ഒരു എത്ര വർഷമായി ഇപ്പം 2011 എന്ന് പറയുമ്പോ 14 വർഷമായി. അപ്പൊ 14 വർഷം മുമ്പേ അയാളുടെ ഡേറ്റ് ഒക്കെ ഗൂഗിളിൽ വന്നേനെ അല്ലേ? സോ 2001 സോറി 2001. ഇപ്പൊ ഈ 2001 ഇത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 24 വർഷം മുമ്പ് തന്നെ ടാറ്റ പറഞ്ഞു പോയേനെ പുള്ളി. അപ്പോ ഈ ഡിലേസ് എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഡിലേ ഉണ്ടാവാം ലൈഫിൽ അല്ലെ, പക്ഷെ അതൊക്കെ ഒരു പ്രോസസ്സാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ്. അതായത് ഒരു പോസിറ്റീവ് റീഫ്രെയിമിങ്, അല്ലെങ്കിൽ നമ്മൾ CBT കേൾക്കാറുണ്ട് കോഗ്നിറ്റീവ് റീഫ്രെയിമിങ് അല്ലെ, ശരിക്കും അതാണ് ഈ ബേൺഡ് ടോസ്റ്റ് തിയറി എന്ന് പറയുന്നത്. Now, this burnt toast theory has some core principles. ഒരു 3 പ്രിൻസിപ്പിൾസിലാണ് ഈ തിയറി വർക്ക് ചെയ്യുന്നത്. The first one is reframing negative events. Reframing negative events. See, ജീവിതത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ എനിക്ക് നെഗറ്റീവായി തോന്നുന്ന ആള് മറ്റൊരാൾക്ക് നെഗറ്റീവ് ആയിരിക്കില്ല. എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാക്കണമെന്നില്ല. ദേഷ്യം വരാം, കരച്ചിൽ വരാം, ഇതൊക്കെ സ്വാഭാവികമാണ്. ഇറ്റ് ഇസ് ക്വൈറ്റ് നോർമൽ. പക്ഷേ അത് തന്നെ ചിന്തിച്ച് ജീവിതകാലം മുഴുവനും പോയാലോ? ജസ്റ്റ് ഇമാജിൻ എ പേഴ്സൺ, അവരുടെ ഒരു 20-ാം വയസ്സിൽ അവരുടെ പാരന്റ്സ് ആരെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. നിങ്ങൾ 60-ാം വയസ്സിൽ അവരെ മീറ്റ് ചെയ്യുമ്പോഴും അവർ പറയുന്ന കഥ എന്താ? ഇന്നാലും എൻ്റെ അച്ഛൻ വിട്ടുപോയില്ലേ. അപ്പൊ അവരുടെ ലൈഫ് സ്പാൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവര് ജീവിതം എവിടെയെങ്കിലും ആസ്വദിച്ച് കാണോ, അല്ലെങ്കിൽ ജീവിച്ചു കാണോ? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്, നമുക്ക് വിഷമം ഉണ്ടാവും, വിഷമില്ല എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ അത് തന്നെ ചിന്തിച്ച് നമ്മുടെ ജീവിതം മുഴുവൻ കളയാനുള്ളതല്ല. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാവുമ്പോൾ അതിനെ പോസിറ്റീവായി തിങ്ക് ചെയ്യുക, അതിനെ റീഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ. ഫൈൻഡ് ദ പോസിറ്റീവ്നെസ് ഇൻ നെഗറ്റീവ് എന്നുള്ളത്. Now, the second core principle of this theory is trusting the process. Trusting the process എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ഇത് ചെയ്യാത്ത തിങ്സ് ആർ ഔട്ട് ഓഫ് കൺട്രോൾ എന്നുള്ള തോന്നുന്ന കാര്യങ്ങളെ നമ്മൾ ആലോചിച്ച് വേവലാതിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതിൽ വല്ല കാര്യമുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന നെഗറ്റീവ് കാര്യങ്ങൾ എന്തുമാകട്ടെ, ഇപ്പൊ ഒരാളുടെ ഡെത്ത് ആവാം, ഒരു വണ്ടി മിസ്സായതാവാം, അല്ലെ, ഈ ആ ലേഡിയെ പോലെ ആ ടോസ്റ്റ് രാവിലെ ബേൺഡ് ആയതാവാം, വാട്ട് എവർ ഇറ്റ് മേ ബി. അല്ലെങ്കിൽ ഇപ്പൊ ഒരു സാധനം, ഒരു ഗ്ലാസ് ഒന്നും വേണ്ട, നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സ്ഥിരം പറ്റുന്നതാ. പരാക്രമം അടിക്കും, എന്തായാലും ഒരു കപ്പോ സോസറോ എന്തെങ്കിലും ഒന്ന് കൈ കൊണ്ട് തട്ടിപ്പൊട്ടും. ഈ തട്ടിപ്പൊട്ടി കഴിയുമ്പോ എന്താണ്? അയ്യോ, ഞാൻ അന്ന് അത്ര ഇത് കൊടുത്ത് മേടിച്ചതാണ്, എന്നാലും അത് പൊട്ടിയില്ലേ, എന്നാലും അത് പൊട്ടിയില്ലേ, എന്നാലും 6 സെറ്റിൽ ആ ഒരെണ്ണം മിസ് ചെയ്തപ്പോ വല്ല ഒരു സുഖമില്ല അത് കാണാൻ. ചിലവർ ആ സെറ്റ് തന്നെ വേണ്ടാന്ന് വെക്കും. എനിക്കത് ഷെൽഫിൽ അങ്ങനെ കാണുമ്പോൾ സഹിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു. ജസ്റ്റ് ഇമാജിൻ, ഇത്രയും വേവലാതിപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിയ കപ്പ് നേരാക്കാൻ പറ്റുമോ? ഇല്ല. അതിന്റെ റീപ്ലേസ്, തിങ്സ് ആർ ഔട്ട് ഓഫ് കൺട്രോൾ എന്നുള്ളതാണ്. ആണോ അല്ലേ എന്നുള്ളത് ആദ്യം ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളത്. സോ വെൻ യു റിയലൈസ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് യുവർ കൺട്രോൾ, എന്താ ചെയ്യേണ്ടത്? നൗ മൂവ് ഓൺ. ഒരാളുടെ മരണമാണെങ്കിലും ശരി, ഒരു കപ്പ് പൊട്ടുന്നതാണെങ്കിലും ശരി, ഇനി റിലേഷൻഷിപ്പിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും ശരി, നമ്മൾ അവിടെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ പോസിബിൾ വേസ് ഒക്കെ നോക്കണം. നമ്മളിപ്പോ ഒരു നെഗറ്റീവ് കാര്യം ഉണ്ടായാൽ എല്ലാം ട്രസ്റ്റ് ദ പ്രോസസ്, മാം പറഞ്ഞു നമുക്കിനി ഇതിലൊന്നും ചെയ്യാനില്ല. അങ്ങനെയല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ റീതിങ്ക് ചെയ്യുക, ഇതിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇതിൽ എനർജി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണോ, തിരുത്താൻ പറ്റുന്ന കാര്യമാണോ എന്നുള്ളത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ, ലെറ്റ് ഇറ്റ് ഗോ. എന്തിനും അതിൽ കൊണ്ടുപോയിട്ട് ടൈം വേസ്റ്റ് ചെയ്ത് എനർജി വേസ്റ്റ് ചെയ്ത് ഉള്ള സമാധാനങ്ങളാണ്. നമുക്ക് എന്തോരം കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൽ നിന്ന് മാറാന്നുള്ളതാണ്. ആൻഡ് ദ തേർഡ് പ്രിൻസിപ്പിൾ ഇസ് ഷിഫ്റ്റിംഗ് പെർസ്പെക്റ്റീവ് എന്നുള്ളതാണ്. ഷിഫ്റ്റിംഗ് പെർസ്പെക്റ്റീവ്. Now, whenever something negative happens, അയ്യോ ഇത് നെഗറ്റീവാണ്, ഇത് ശരിയല്ല, മോശമായി, ഇനി ഇത് തന്നെ നടക്കുള്ളൂ, എന്നും ഇത് തന്നെയാണ്, ഈ അല്ലല് പറയണം നിർത്തുക. കരഞ്ഞോ? സങ്കടം വരുന്നുണ്ടോ? കരഞ്ഞോ? ദേഷ്യം വരുന്നുണ്ടോ? കരഞ്ഞോ? ചീത്ത വിളിച്ചോ ആരെങ്കിലും? പക്ഷെ അതൊരു സ്ഥിരം പരിപാടിയാക്കരുത്. നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ വെന്റ് ഔട്ട് ചെയ്യണം, അല്ലെ?
നമ്മൾ ചിലപ്പോൾ ആളുകളോട് പറയും, 2 ദിവസം ഇത് പറയും, കരയും, എന്താ പറയുക, മൂഡ് ഓഫ് ആയിരിക്കും, റൂം അടച്ചിരിക്കും. ഇതെല്ലാം ഇറ്റ് ഓൾ ഹാപ്പൻസ്. വി ആർ ഓൾ ഹ്യൂമൻസ്. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഈ തിയറി പഠിച്ചു, അതുകൊണ്ട് നാളെ ഇനിയിപ്പോ എന്റെ അച്ഛൻ മരിച്ചു, ഞാൻ കരയുന്നില്ല, ഐ എം ട്രസ്റ്റിംഗ് ദ പ്രോസസ്, എനിക്ക് റിവേർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതല്ല, വി ആർ ഷിഫ്റ്റിംഗ് ദ പെർസ്പെക്റ്റീവ്. എല്ലാത്തിനും ഒരു ഇത്ര നിശ്ചിത സമയമുണ്ട്. ടു ഗ്രീഫ് ആണെങ്കിൽ, ഒരാൾ മരിച്ചതിന്റെ ഗ്രീഫ് ആണെങ്കിലും നിശ്ചിത സമയമുണ്ട്. നമ്മൾ പറയില്ലേ, ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറഞ്ഞ പോലെ ലൈഫ് ഹാസ് ടു ഗോ ഓൺ. നമ്മൾ ആ പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് ചെയ്യാം. ആ നെഗറ്റീവ് തോട്ട് വന്നാലും അതൊന്ന് ഷിഫ്റ്റ് ചെയ്യാം. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ റെഗുലറായി ചെയ്യണം, ഫ്രം ടുഡേ ഇറ്റ്സെൽഫ്. അല്ലാതെ നാളെ നമുക്ക് അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ഈ തിയറി ഓർക്കാം. ആർക്കെങ്കിലും പറ്റുമോ ജീവിതത്തിൽ പ്രശ്നം വന്നതിന് ശേഷം ഇങ്ങനെ ഒരു തിയറി ഉണ്ടെന്ന് കണ്ടെത്തി ഓർത്ത് ജീവിക്കാനൊന്നും പറ്റില്ല. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ തന്നെ ആകെ ഡൗൺ ആവുക എന്നുള്ളതാണ്. ഡൗൺ ആയാലും ദ സെക്കൻഡ് തോട്ട് ദാറ്റ് വി ഹാവ് ടു ബ്രിങ് ഇസ്, ഇതിൽ തന്നെ ആലോചിച്ച് പിടിച്ചിരുന്നിട്ട് കാര്യമില്ല, എനിക്ക് മുൻപോട്ട് പോകണം, ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇതിന്ന് പുറത്ത് കിടക്കണം എന്നുള്ള ഒരു മാറ്റം, ആ ഒരു പെർസ്പെക്റ്റീവാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. നൗ ഈ 3 കോർ പ്രിൻസിപ്പിളിനെ യൂസ് ചെയ്ത് തന്നെ there are few messages, core messages that this theory is giving us. The first message is delays are not disaster എന്നുള്ളതാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതൊരു ഡിസാസ്റ്റർ ആണ്, അവസാനമാണ് എന്നുള്ള ചിന്ത ആദ്യം മാറ്റണം എന്നുള്ളതാണ്. സി, സംടൈംസ് യൂണിവേഴ്സ് സ്ലോസ് ഡൗൺ എന്നാണ് പറയുന്നത് ഫോർ എ റീസൺ. ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ടോസ്റ്റിലേക്ക് തന്നെ തിരിച്ചു പോയാൽ നമുക്കറിയാം, അന്ന് ആ ബ്രെഡ് കരിഞ്ഞതിന് ഒരു കാരണം ഉണ്ടായിരുന്നു. ഒൺലി തിങ് ഇസ് ദാറ്റ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിനും ഓരോ കാരണങ്ങളുണ്ട്. പക്ഷെ ആ കാരണം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല, അല്ലെങ്കിൽ അത് പിന്നീടല്ലേ തെളിയുന്നത്. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ഇപ്പൊ ദമ്പതികളാണെങ്കിൽ, അന്ന് ഞാൻ ആ ട്രെയിൻ മിസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ തന്നെ ജീവിതത്തിൽ കണ്ടെത്തിയത്. കാരണം അടുത്ത ട്രെയിനിലായിരിക്കും ചിലപ്പോൾ അവര് പരിചയപ്പെട്ടതും കല്യാണം കഴിച്ചത്. അതുപോലെ നമ്മൾ പറയില്ലേ, ഞാൻ അന്ന് എന്താ പറയണത്, എഞ്ചിനീയറിങ്ങിന് പോകാനിരുന്നതാ, അവിടെ പോയാ മതിയായിരുന്നു. പക്ഷെ എന്താണ്, ഓട്ടോമാറ്റിക്കലി ഇത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചിലപ്പം പ്രതീക്ഷിക്കാത്ത, നമ്മൾ വേണ്ടെന്ന് വെച്ച കോളേജിലായിരിക്കും പോയി ചേരുന്നത്. പക്ഷെ അവിടെ ചേർന്ന് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറിനെ നമ്മൾ അവിടെ വെച്ച് കാണുന്നത്. അതെല്ലാം പോസിറ്റീവ് ആണെന്നല്ല ഞാൻ പറയണത്. ചിലവര് പറയുമല്ലോ, അന്ന് ആ കോളേജ് ജോയിൻ ചെയ്യണേ വേണ്ടിയിരുന്നില്ല, ആ കോഴ്സേ എടുക്കേണ്ടിയിരുന്നില്ല എന്നും പറയും. പക്ഷെ ദിസ് ഇസ് എ ട്രസ്റ്റ് ദ പ്രോസസ്. ഇതെല്ലാം ഒരു റീസൺ ഉണ്ടാവും. സി, എവറിത്തിങ് ഗോസ് ആസ് പ്ലാൻഡ് ബൈ ദി യൂണിവേഴ്സ് എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പറയില്ലേ, താൻ പാതി ദൈവം പാതി. അപ്പൊ ചില പിള്ളേർ പറയും, ദൈവത്തിന്റെ പാതി ചെയ്യട്ടെ, 50 മാർക്ക് മതി 100-ൽ ഞാൻ പാസ്സായിക്കോളാം. ബട്ട് വെൻ യു ഇൻവെസ്റ്റ് യുവർ 10, അപ്പോഴാണ് ദ യൂണിവേഴ്സ് ഇസ് ഗോയിങ് ടു ഗിവ് യുവർ 10. ഇമാജിൻ വെൻ യു ഗോയിങ് ടു പുട്ട് ഇൻ യുവർ 20, ആ 20 ഇട്ടാലേ 20 ഇടുള്ളൂ. നമ്മൾ ഈ എന്താ പറയുന്നത്, ബാങ്കിലേക്ക് കാശ് ഇട്ടാലേ ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ മാതിരി, ഇടുന്ന പൈസക്കേ ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ മാതിരി, നമ്മുടെ എഫേർട്ട് നമ്മൾ എത്ര ഇടുന്നോ അതിന്റെ ബാക്കിയാണ് നമുക്ക് യൂണിവേഴ്സ് തരുന്നത്, അല്ലെ? ഞാനിടയ്ക്ക് കേൾക്കുന്നതാണ്, ഞാനും ഒക്കെ കേൾക്കുന്നതാണ്. ഇവിടെ ചിരിച്ച പല ആൾക്കാരും കേൾക്കുന്നതും പറയുന്നതുമാണ്, അല്ലെ? കണ്ടുപിട്ടണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ പറയുന്ന ആൾക്കാർ ചിന്തിക്കില്ലല്ലോ, നമ്മളും പറയൂലേ. അപ്പൊ കമ്മിങ് ബാക്ക്, അപ്പൊ നമ്മള് എന്താ പറഞ്ഞോണ്ടിരുന്നത്, നമ്മള് പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യാന്നുള്ളതാണ്, അല്ലെ? നമ്മൾ നമ്മുടെ 10 ഇട്ടാലേ നമുക്ക് 10 തിരിച്ചു കിട്ടുള്ളൂ. സോ നമ്മൾ ചെയ്യേണ്ട ഭാഗം നമ്മൾ ചെയ്യുക എന്നുള്ളതും, നമ്മൾ ഡൗൺ ആവുമ്പോൾ അതിൽ നിന്ന് പുറത്ത് വന്ന് ഇനി എന്തോ ഒരു ബെറ്റർ വരാനുണ്ട്, അപ്പൊ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക നമ്മുടെ സമയവും നമ്മുടെ എന്താ പറയുന്നത് ഹാർഡ് വർക്കും എന്നുള്ളതാണ്. ദ സെക്കൻഡ് വൺ ഇസ് ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ എന്നുള്ളതാണ് നെക്സ്റ്റ് മെസ്സേജ്. ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ. ഐ ഹാവ് സീൻ പീപ്പിൾ കമ്മിങ് ഡൗൺ. എന്നിട്ട് ഈ ഡിവോഴ്സ് ആയ ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ കേസിനൊക്കെ ആയിട്ട് ഇങ്ങനെ കൺസൾട്ട് ചെയ്ത് അവർ ഡിവോഴ്സ്ഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഐ ഹാവ് സീൻ either ഓഫ് ദ പാർട്ട്നേഴ്സ്, അവര് ദേ ഗെറ്റ് മാരീഡ്, ദേ ലിവ് ഹാപ്പിലി. ജീവിച്ചിരുന്ന ജീവിതത്തിനേക്കാൾ വളരെ മനോഹരമായ ജീവിതമാണ് സെക്കൻഡ് മാരേജിൽ അവർക്ക് ഉണ്ടാവുന്നത്.
ആൻഡ് അവർ നല്ല ഹാപ്പിയായിട്ട് ജീവിക്കുന്നു. പക്ഷെ വൺ ഓഫ് ദ പാർട്ട്ണർ, രണ്ടു പേരാണല്ലോ ഇതിലുണ്ടാവുന്ന ഈ റിലേഷൻഷിപ്പിൽ, അതില് ഒരാള് കരഞ്ഞും മൂങ്ങിയും പിഴിഞ്ഞും അവളുടെ സ്റ്റാറ്റസ് നോക്കിയും അവളുടെ ഇനിയിപ്പോ അതിലൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഒന്ന് നോക്കി പറഞ്ഞാടാ അവൾ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടോ, ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ. ഐ നോ പേഴ്സണലി പീപ്പിൾ. പെണ്ണ് കല്യാണം കഴിച്ച് പോയി, അവൾക്ക് കൊച്ചായി, ഇവിടെ ഒരുത്തൻ ഇവിടെ ഇരുന്നിട്ട് മോങ്ങലും തേങ്ങലുമാണ്. സോ ഐ യൂഷ്വലി ടെൽ പീപ്പിൾ, സി വൺസ് യു ഡിസൈഡഡ് ടു കം ഔട്ട് ഓഫ് ദാറ്റ് റിലേഷൻ, നിങ്ങൾ ആ റിലേഷൻഷിപ്പിന് പുറത്തൊന്നും മേ ബി നമ്മൾ ലൈഫ് ലോങ് ഒരു കമ്പാരിസൺ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവാം നമുക്ക്. ഇന്നാലും വന്ന് എന്തുകൊണ്ടായിരിക്കും ഞാൻ ആ റിലേഷനിൽ സക്സസ്ഫുൾ ആവാതിരുന്നത്, അല്ലെങ്കിൽ എന്താ പറ്റിയത് അതിന്, എന്തിനാണ് അവൾ എന്നെ വിട്ടിട്ട് പോയത്, അല്ലെങ്കിൽ എന്തിനാണ് ഞങ്ങൾ ഡിവോഴ്സ്. ഇതൊക്കെ ചിന്തകൾ നമുക്ക് വരാം, ഇല്ലെന്ന് പറയുന്നില്ല. അതുപോലെ പ്രേമിച്ച രണ്ടാളുകൾ ബ്രേക്കപ്പ് ആവുന്നു, ഐദർ ചെക്കൻ അല്ലെങ്കിൽ പെണ്ണു പോകുന്നു, മറ്റേ ആളോ നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ നടക്കും. ഞാൻ ചോദിക്കുന്നത് അതൊരു ടൈം ബീങ് നോക്കി. നൗ വെൻ യു സീ ദാറ്റ് പേഴ്സൺ ഈസ് ഗെറ്റിംഗ് സക്സസ്ഫുൾ ഇൻ ദെയർ ലൈഫ് ആൻഡ് ദേ ഹാവ് മൂവ്ഡ് ഓൺ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നൗ യു ഹാവ് ടു തിങ്ക്, അവൻ അല്ലെങ്കിൽ അവൾ അവരുടെ ജീവിതം ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, ദേ ആർ ഹാപ്പി. നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ ഇപ്പോഴും അവരെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ടോ അവരൊക്കെ എപ്പോഴേ മറന്നുപോയി. നമ്മൾ ഇപ്പോഴും എന്താ ചെയ്യണത്? ആ ഓർമ്മകൾ ആ കൂടെയും പിടിച്ചിട്ട് ഇരിക്കുക. കോഴിയൊക്കെ ആരുടെ വീട്ടിലെ ഫ്രൈയിങ് ടേബിളിലുമായി അകത്തുമായി, നമ്മൾ ഈ കൂടെയും പിടിച്ചിരിക്കുക. അപ്പൊ അതുപോലെയാണ് നമ്മൾ ഈ പോയ സാധനങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടില്ല. ഇറ്റ് ഡസ് നോട്ട് വർക്ക് ഔട്ട്, ഇഫ് യു കാൺ ഡു എനിത്തിങ് ടു ചേഞ്ച് ഇറ്റ്, ജസ്റ്റ് ലെറ്റ് ഗോ ഓഫ് ദ കൺട്രോൾ. നമുക്ക് എന്തോരം വേറെ കാര്യങ്ങളുണ്ട്, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മൾ ആവശ്യപ്പെടുന്ന ആൾക്കാരുണ്ട്, നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ലൈഫിൽ. അപ്പൊ അതിന്റെ പുറകെ പോവാന്നുള്ളതാണ്. നമുക്ക് കിട്ടാത്ത സാധനം, നമുക്ക് ഒരിക്കലും റിവേർട്ട് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളെല്ലാം, അത് വ്യക്തികളായിക്കോട്ടെ, ജോബ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ജസ്റ്റ് ലെറ്റ്സ് ഗോ ഔട്ട് ഓഫ് അവർ കൺട്രോൾ എന്നുള്ളതാണ്. തേർഡ് വൺ ഇസ് ബി കൈൻഡ് ടു യുവർ സെൽഫ്. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാത്ത, അബദ്ധങ്ങൾ പറ്റാത്ത ആളുകളൊന്നുമില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മളോട് ആളുകൾ പറയും, അതൊരു അബദ്ധമൊന്നുമല്ല, നീ വേണം വെച്ച് ചെയ്താ, മനഃപൂർവ്വം. അതെ, ചെയ്തു. വൈ? ഹാവ് യു എവർ തോട്ട്? ഒരു 10 കൊല്ലം മുമ്പുള്ള നിങ്ങളെ എടുക്കൂ, അന്നെടുത്ത പല ഡിസിഷൻസും നിങ്ങൾക്ക് ഇന്ന് തെറ്റാന്ന് തോന്നുന്നുണ്ടോ? പല കാര്യങ്ങളും നിങ്ങൾക്ക് റിവേർട്ട് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടോ? അല്ലേ? അത് തന്നെ ആലോചിച്ചിരിക്കാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറ്റ് ദാറ്റ് ടൈം ദാറ്റ് വാസ് യുവർ റൈറ്റ് എന്നുള്ളതാണ്. അന്നത്തെ നിങ്ങളുടെ ശരി അതായിരുന്നു. ഇന്ന് ജീവിത പരിചയം വന്നു, ലോക പരിചയം വന്നു, ആളുകളെ കണ്ടു, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നാറില്ലേ? ഇല്ലേ സൂസൻ മാം? നമ്മൾ എടുത്ത എത്രയോ ഡിസിഷൻസ്, അതങ്ങനെ മതിയായിരുന്നു. റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. അതെ, റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. മേ ബി 10th കഴിഞ്ഞ് ചൂസ് ചെയ്ത് സ്ട്രീം ആവാം, അല്ലേ? 10th കഴിഞ്ഞ് ചൂസ് ചെയ്ത് സ്ട്രീം ആവാം, അല്ലെങ്കിൽ എന്താ പറയുക, ഡിഗ്രിക്ക് പുറത്തുപോയി പഠിക്കായിരുന്നു. ചിലപ്പോൾ കല്യാണക്കാരിയാവും, കല്യാണം കഴിച്ചവൻ വിചാരിക്കാം അന്ന് കെട്ടണ്ടായിരുന്നു. ഈ 40-45 വയസ്സായിട്ട് ഒരു പെണ്ണ് കിട്ടാത്തവൻ എന്തായാലും അന്നേ വല്ലവളെയും വളച്ച് കെട്ടിയാൽ മതിയായിരുന്നു. അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ഈ ഒരു ലൈഫിന്റെ പ്രോസസ്സിനെ ഇതാക്കിക്കൊണ്ട് നമ്മളെ തന്നെ നമ്മൾ ദ്രോഹിക്കുകയാണ്, അല്ലെ? നമ്മളെ തന്നെ ദ്രോഹിക്കുകയാണ്. ചിലപ്പോ ചില റിലേഷനിലൊക്കെ നമുക്കത് വേണ്ടാന്ന് വെക്കേണ്ടി വരും. വേണ്ടാന്ന് വെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവണം, വേണ്ടേ? നിങ്ങളൊരു സാധനം ചെയ്യുന്ന എന്തിനാണ്? നിങ്ങളൊരു ഡിവോഴ്സ് ചെയ്യുന്ന എന്തിനാണ്? നിങ്ങൾ റീമാരേജ് ചെയ്യണത് ഫോർ ഹാപ്പിനെസ്. യു ആർ ഡൂയിങ് ദാറ്റ്. അപ്പൊ നമ്മൾ അതിന് പകരം നമ്മളെ തന്നെ പഴിചാർത്തിക്കൊണ്ടിരിക്കരുത്. ബി കൈൻഡ് ടു യുവർ സെൽഫ്. വൺസ് ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, ഒരു പെൺകുട്ടി ഷി വാസ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് സമ്മൺ. കല്യാണം കഴിക്കുന്നൊക്കെ വാക്ക് പറഞ്ഞ് അവർ ഭയങ്കര ക്ലോസ് ആയിരുന്നു. എന്നിട്ട് അതിനുശേഷം ഈ പയ്യൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വേറൊരു കുട്ടിയായിട്ട് ഇഷ്ടമായി, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഈ പെൺകുട്ടി ആദ്യം തന്നെ വന്ന്, ഈ പെൺകുട്ടി എന്നും കരച്ചിലും ഭക്ഷണം കഴിക്കുന്ന ഒന്നുമില്ല. ആൻഡ് വാട്ട് ഷീ ഡിഡ് ഇസ്, ഇവന്റെ പേരിൽ പീഡന കേസ് കൊടുത്തു. എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് ഇവള് പറഞ്ഞ, കേസ് ഞാൻ പിൻവാങ്ങാ ചേച്ചി, എനിക്ക് ഒരു ആവശ്യമേ ഉള്ളൂ, അയാൾ എന്നെ കല്യാണം കഴിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ പെൺകൊച്ചിന് ഒരെണ്ണം കൊടുക്കാൻ തോന്നില്ലേ? എനിക്ക് തോന്നി. അവളെ വേണ്ട എന്ന് പറഞ്ഞ് വേണ്ട വെച്ച് വേറൊരു റിലേഷൻഷിപ്പിൽ, അതിനെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല, അല്ലെ? അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. അവര് ചിലപ്പോ ഇവരിൽ കണ്ടതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും കണ്ടു കാണും, അവർ തമ്മിൽ കൂടുതൽ കെമിസ്ട്രി വർക്ക്ഔട്ട് ആയിട്ടുണ്ടാവും.
ലെറ്റ് ഇറ്റ് ബി. ഈ കുട്ടി കരയണത് എനിക്ക് മനസ്സിലാക്കാം, ആ റിലേഷൻ ബ്രേക്കായി കരയുന്നത് എനിക്ക് മനസ്സിലാക്കാം, ചിലപ്പോൾ അവരെ തെറി പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം, ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ കേസ് കൊടുത്തിട്ട് കേസിന് സൊല്യൂഷൻ പറയണത് ഇതാണ്, കെട്ടണം. അപ്പൊ എന്ത് ചെയ്യും ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര. അപ്പൊ ആദ്യം കുറെ കരച്ചിലൊക്കെ ഞാൻ കേട്ട്, ആ ശരിയാ ശരി, എന്നാലും അവൻ ചെയ്ത മോശമായി എന്നൊക്കെ പറഞ്ഞ് ആദ്യം കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചൊരു കാര്യമാണ്, ശരി ഇനി അവൻ കെട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു തരത്തിലും നിന്നെ ഇഷ്ടമില്ലാതെ നിന്നെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ പോയ ഒരാൾ, രണ്ടാമത് നീ ഇപ്പൊ പീഡന കേസ് കൊടുത്ത് അവനെ പോലീസ് സ്റ്റേഷനിലും ആക്കി ജയിലിലും ആക്കി, റിമാൻഡിലായി ആ പയ്യൻ. അങ്ങനെയുള്ള ഒരുത്തൻ നിന്നെ കെട്ടുമോ? ഇനി സമ്മർദ്ദം ഉണ്ടായി കെട്ടിയാൽ തന്നെ ഒരാഴ്ചക്കുള്ളിൽ ഒരു പത്രവാർത്ത വേറെ വരും, ചത്തോളം ജീവിക്കാന്ന് പറഞ്ഞൊരു കണ്ടീഷനാവും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഷീ റിയലൈസ്ഡ് വാട്ട് ഷീസ് ഡൂയിങ് ഇസ് റോങ്. കേസ് പിൻവലിച്ചു, പയ്യൻ കല്യാണം കഴിച്ചു. ആ ചാപ്റ്ററോടെ കഴിഞ്ഞ് കുറെ കാലത്തിന് ശേഷം വീണ്ടും ഈ കുട്ടി വിളിക്കുകയാണ്. ഈ കുട്ടി ആക്ച്വലി അതിന്റെ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടി ഏക മകളാണ്, അച്ഛനും അമ്മയും ഇല്ല, മരിച്ചുപോയി. അച്ഛൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചു, അമ്മ റീമാരേജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അമ്മ ഒരു ആക്സിഡന്റിൽ മരിക്കുകയാണ്. രണ്ടാം അച്ഛൻ ഭയങ്കര സ്നേഹമാണ്, അയാൾ പുറത്താണ്. പക്ഷെ ഈ കുട്ടി ജീവിക്കുന്നതൊക്കെ മുത്തശ്ശനും അമ്മൂമ്മയുടെ കൂടെയാണ്, ആരുമില്ല. ശരിക്കും കഷ്ടം തോന്നും അതിന്റെ വിഷമമൊക്കെ കേൾക്കുമ്പോൾ. പക്ഷെ ഈ കുട്ടി പിന്നെന്താ പറയണമെന്നറിയോ, ഞാൻ ഇനി ഒരു കല്യാണം കഴിക്കില്ല, എന്നെ കൊണ്ട് ഇനി കല്യാണം കഴിക്കാൻ പറ്റില്ല. അതായിരുന്നു അടുത്ത പ്രശ്നം. ഇത് പറഞ്ഞിട്ട് എന്താ ചെയ്യണത് ഇവര്? ഇവിടെ ആർക്കാ നഷ്ടം ഉണ്ടാവുന്നത്? ആക്ച്വലി ആ ലേഡിക്കാണ് ഈ പറയുന്ന പോലെ ഈ നഷ്ടം ഉണ്ടാവുന്നത്. അല്ലാതെ ഇവിടെ വേറെ ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല, അല്ലെ? അപ്പുറത്ത് അയാൾ നന്നായി ജീവിക്കുന്നു, ഹാപ്പിയായി ജീവിക്കുന്നു, അവര് ഈ പറഞ്ഞ മാതിരി ഇൻസ്റ്റയും ഇതിലൊക്കെ പിക്സ് ഇടുന്നു, അതൊക്കെ കണ്ട് ഈ കുട്ടി മൂങ്ങുന്നു, എനിക്കിനി ഒരിക്കലും ജീവിതത്തിൽ വേറൊരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല, ഇതെല്ലാം ഞാൻ ഒരാളോട് തുറന്നു പറഞ്ഞ് എന്നെ ആക്സെപ്റ്റ് ചെയ്യൂ, ഇങ്ങനെ ആന ചേന പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു, സി ഇഫ് യു ആർ പ്ലാനിങ് ടു ഗെറ്റ് മാരീഡ്, ഇത് അവിടെ അഴിച്ചു വെക്കുക. വാട്ട് ഹാപ്പൻഡ് ഇസ് ഹാപ്പൻ, ദാറ്റ് ഈസ് എ ലെസൺ ഫോർ യുവർ ലൈഫ്. അതൊരു ലെസൺ ആണ്. ആ റിലേഷൻഷിപ്പിന് നിങ്ങൾ എന്തൊക്കെയാണ് നെഗറ്റീവ്സ് കണ്ടത്, നിങ്ങൾ ചെയ്തതിൽ എന്തൊക്കെയാണ് തെറ്റുള്ളത്, അത് തിരുത്തുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നിങ്ങളെ സ്വയം പഴിചാർത്തി ദ്രോഹിക്കുക എന്നുള്ളതല്ല. ഞാനൊരു തെറ്റ് ചെയ്തു, എന്റെ കൈ കൊണ്ട് ഒരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോണ്ടി വരും വീട്ടുകാർക്ക്, അത് വേറൊരു ശല്യം. അത്രയല്ലേ ഉള്ളൂ. നമ്മളെ ഹേർട്ട് ചെയ്യുന്നത് ആദ്യം നിർത്താം. ബി കൈൻഡ് ടു യുവർ സെൽഫ്. ഇറ്റ്സ് ഓക്കെ. മനസ്സിലായോ? ഇറ്റ് ഈസ് ഓക്കെ നോട്ട് ടു ബി പെർഫെക്റ്റ്, നോട്ട് ടു ബി ഓക്കെ. മിസ്റ്റേക്സ് ഹാപ്പൻ. അതിലൊന്നും നമ്മളെ പഴി ചാർത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ 10 ആൾ അറിഞ്ഞു, പറയാതെയും ആളുകളില്ലേ? എല്ലാവരുടെ ഭാഗത്തും മിസ്റ്റേക്സ് ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, എടുക്കുന്ന ഡിസിഷൻസ് തെറ്റും. ചിലവരത് എക്സ്പ്രസ് ചെയ്യും, ചിലർ പട്ടിണി കിടക്കുന്നതുകൊണ്ടും കരയുന്നത് കൊണ്ടും കരഞ്ഞ മുഖം ആയതുകൊണ്ട് ആളുകൾ അറിയണു. ചില ആളുകൾ ഭയങ്കര ചിരിച്ച മുഖത്തോടെ ഹാപ്പിയായി നടക്കുന്നതുകൊണ്ട് 4 ആൾ അറിയുന്നില്ല. അത്രേ ഉള്ളൂ. എവ്രി വൺ ഹാസ് പ്രോബ്ലംസ്. അതിന് സ്വയം ദ്രോഹിക്കരുത്. ഡോണ്ട് ട്രീറ്റ് യുവർ സെൽഫ് ആസ് സംവൺ ഹു ഇസ് എ റോങ് ഡൂർ എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ട്രസ്റ്റ് ദ പ്രോസസ്. അത് നമ്മൾ കോർ പ്രിൻസിപ്പിൾസിലും പറഞ്ഞ ഒരു കാര്യമാണ്, ട്രസ്റ്റ് ദ പ്രോസസ്. See, what you feel is a problem right now. It may be a protection എന്നുള്ളതാണ്. നമുക്ക് ചില സമയത്ത് കിട്ടാതെ പോയ ഒരു ജോലി നമ്മൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും. പിന്നീടായിരിക്കും അവിടെ നമ്മുടെ പരിചയക്കാരൻ ജോലി ചെയ്തിട്ട് പറയണത്, അവിടെ ഒരു മനുഷ്യന് ജോലി ചെയ്യാൻ പറ്റില്ലടാ, അവിടെയൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 വർഷം ബോണ്ട് എഴുതിയിട്ട് നമ്മൾ ആകെ പെടാപ്പാടാണ്, ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ തന്നെ 4 മാസം സാലറി കൊടുക്കണം, ഫുൾ ദുരന്തം പറയണം. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? ഓഹ്, അന്ന് ആ കമ്പനി കയറാതെ ഈ ഓപ്ഷൻ എടുത്തത് നന്നായി, അല്ലേ? എപ്പോഴോ റൗസർ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു കുട്ടി എന്തെടുക്കണം എന്നറിയാതെ അന്ന് എഞ്ചിനീയറിങ്ങിന് പോയോണ്ട് സക്സസ് ആയ കഥ. സാറ് അന്ന് എഞ്ചിനീയറിങ്ങിന് എടുത്തോളൂ എന്ന് പരിചയമുള്ള ഏതൊരു ടീച്ചർ സാറിന്റെ അടുത്ത് ചോദിച്ചു പറഞ്ഞിട്ട് ആ കുട്ടി എഞ്ചിനീയറിംഗ് എടുത്തിട്ട് സക്സസ്ഫുൾ ആയ ഒരു കഥ, അല്ലേ സർ? ഞാൻ വിചാരിച്ചു പായം തലേണെ കൊണ്ടുവന്ന് അവിടെ ഉറങ്ങിയെന്ന്. അപ്പോ അത് മാം സാർ പറഞ്ഞ ഓർമ്മയുണ്ട്. അതെ, അപ്പൊ അതുപോലെയാണ്, അല്ലെ? അന്ന് ആ കുട്ടി വേറെ എന്തെങ്കിലും എടുത്തിരുന്നെങ്കിൽ ചിലപ്പോ നമുക്ക് വേണമെങ്കിൽ ഇത് എന്ത് പറയാം, നമുക്ക് വേണമെങ്കിൽ പറയാം ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണ്, നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിൽ അതേ സംഭവിക്കുള്ളൂ എന്നുള്ളത്. പക്ഷെ അത് എത്ര പേര് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? ഹൗ മെനി ഓഫ് യു ആർ ആക്സെപ്റ്റിംഗ് ദാറ്റ് പ്രോസസ്? വാട്ട് എവർ ഹാപ്പൻഡ്, ഇറ്റ് ഇസ് ഫോർ എ പ്രൊട്ടക്ഷൻ, ഇറ്റ് ഇസ് ഫോർ ഗുഡ്.
നമ്മൾ ആ മൊമെന്റിൽ നിൽക്കുമ്പോൾ നമ്മൾ അത് ചിന്തിക്കാറില്ല. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ചിന്തിക്കാറില്ല. നമ്മൾ മറ്റുള്ളവരോട് പറയുമായിരിക്കും. പക്ഷെ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വീണ്ടും ഈ പ്രോസസ്സും ഒന്നുമില്ല. ആ മോങ്ങലും പ്രശ്നവും പ്രഷറും തന്നെ ഉള്ളൂ. അതെല്ലാം ആയിക്കോളൂ, പക്ഷെ only for the time being എന്നുള്ളതാണ്. Now the last one is have gratitude in small things എന്നുള്ളതാണ്. അത് നമ്മൾ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, അല്ലെ? ടു ഹാവ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്തുമായിക്കട്ടെ, വാട്ട് എവർ യു ഹാവ്, വാട്ട് എവർ. നമ്മൾ നമ്മുടെ മക്കള് ഭക്ഷണം കഴിക്കാതെ ലഞ്ച് ബോക്സിൽ ഫുഡ് കൊണ്ടുവന്ന് കളയുമ്പോൾ പോലും നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കിട്ടിയ നീ കളയുന്ന ഈ ഒരു ഫുഡിനും യു ഷുഡ് ഹാവ് ഗ്രാറ്റിറ്റ്യൂഡ്. ഒരിക്കലും അത് ചെയ്യരുത്. എന്തുകൊണ്ടാണ്? അതുപോലും കിട്ടാത്ത ആളുകളുണ്ട്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അതാണ്. നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഇത്രേ കിട്ടിയുള്ളൂ, എനിക്ക് ഇത്രേ സമ്പാദിക്കാൻ പറ്റിയുള്ളൂ, അവർക്ക് അതുണ്ട്, അവർക്ക് ഇതുണ്ട്. അവർക്കും ഇവർക്കും എന്തുണ്ട് എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടോ അതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ഹാപ്പി ആവാനും പറ്റില്ല, അത് കാണാനും ആസ്വദിക്കാനും പോലും നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഒരു 2 നില വീടുണ്ട്. അവൻ ഗൾഫിൽ നിന്നൊക്കെ വന്ന് ഭയങ്കര കാശാണ്, വലിയ സംഭവമാണ്, അടിപൊളിയാണ്, സൂപ്പർ വീടാണ് എന്നൊക്കെ പറയും. എന്റെ നെയ്ബർ സൂപ്പർ വീടാണ്. ഷീസ് റിട്ടയർഡ് ഡീൻ ഫ്രം ദ യൂണിവേഴ്സിറ്റി. ഷീസ് 85. ഒറ്റയ്ക്കാ താമസിക്കുന്നത്. ആരുമില്ല. ആരില്ല എന്ന് പറഞ്ഞാൽ ആകെ ഒരു മോളുള്ളൂ. പക്ഷെ ജീവിതകാലം മുഴുവനും ഇങ്ങനെ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് മോളെ വീട്ടിൽ കയറ്റൂല. മോള് വന്നാലും ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ പോണില്ലേ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും വീടും സൗകര്യവും എല്ലാം ഉണ്ടായിട്ടും അവർക്ക് ഇപ്പൊ നമ്മൾ എല്ലാവരും ജീവിക്കുന്ന പോലെ ഒരു ഹാപ്പി, മേ ബി അത് അവരുടെ ഹാപ്പിനെസ് ആയിരിക്കും, അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കും എന്താണ്, അവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അവരിതാണ്, അവർ സംഭവമാണ് ഇതാണെന്നുള്ളത്. പക്ഷെ നമ്മള് ഒരു വീട് പോലും ഇല്ലാതെ, ഒരു വാടക വീട് പോലും കിട്ടാൻ ഇല്ലാതെ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കണം. റീസെന്റ് ഒരു കൂട്ടർ പറഞ്ഞു, ഒരു ഒറ്റമുറി വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ ആ വീടിന് മേൽക്കൂര അത്ര ഉറപ്പില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇടിവെട്ടും മഴയും വന്നപ്പോ അവിടെ ഒരു 4 വയസ്സുള്ള ഒരു പയ്യനുണ്ടെന്ന്. പയ്യൻ പേടിച്ചു. ആ ഇടിവെട്ട് ശരിക്കും അവരുടെ മുറ്റത്ത് വന്നാ വീണത്. പേടിച്ചു. അവർക്കൊന്ന് മാറി വേറെ ഏതെങ്കിലും വീട്ടിലേക്കൊന്ന് മാറണം, ഒരു അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് മാറണം. അവർക്ക് അതിനുള്ള ഇൻകം ഇല്ല. അങ്ങനെയുള്ള ആളുകൾ ഇരിക്കുന്നു. അതും അതിൽ കൂടുതൽ പ്രശ്നം, ഇതിപ്പോ ഒരു നേരിട്ട് കണ്ടൊരു അനുഭവമായോണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അവിടെയാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് അടച്ചുറപ്പുള്ള ഒരു വീടുള്ളത്. അപ്പൊ എന്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. നമ്മൾ അതിന് വേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം ലൈഫിൽ? ഒബ്സർവേഷൻ. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവാനുള്ള ഏറ്റവും സിമ്പിൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നിങ്ങളെ എത്രത്തോളം നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ വലിയ മാളികകൾ, വലിയ സംഭവങ്ങൾ, ഇൻസ്റ്റാഗ്രാമിൽ അടിപൊളി റീൽസ് ഇടുന്ന ആളുകളെ ഒന്നും അല്ല. നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് താഴോട്ട് ഇറങ്ങി ഒന്ന് ചുറ്റും നോക്കുക. ആകാശം നോക്കുന്നതിന്റെ ഒപ്പം ഭൂമി ഒന്ന് നോക്കുക. ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഡെയിലി എന്തോരാളുകളാണ്. ചില ആളുകൾ അവർക്ക് ഒന്നുമില്ലെങ്കിൽ പോലും ഇവിടെ ഈ ഇത് പെറുക്കാൻ വരുന്ന, ഈ നമ്മുടെ കുപ്പിപ്പാട്ടിയും സാധനങ്ങളും പെറുക്കാൻ വരുന്ന ഒരു തമിഴ് ലേഡി ഉണ്ട് കേട്ടോ. അവര് ആഴ്ചയിൽ ഒരു ദിവസം ഈ വഴിക്ക് പോകുമ്പോ ചേച്ചി എന്ന് പറയാം എന്നോട്, ഞാൻ മുറ്റത്ത് നിൽക്കുന്നെങ്കിൽ. ഞാൻ അവരോട് ആലോചിക്കും, അവർക്ക് ഒന്നുമില്ല, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെയാണ്. പക്ഷെ എന്നാൽ പോലും ഷീ സോ ഹാപ്പി. ചിരിച്ചിട്ടല്ലാണ്ട് ഞാൻ അവരെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിക്കും, മേ ബി ദാറ്റ് ഇസ് എ ഗ്രാറ്റിറ്റ്യൂഡ്. അവര് ചിന്തിക്കുന്നത് എന്തായിരിക്കും? ചിലപ്പോ അവരുടെ നാട്ടിൽ ഇത്ര പോലും എടുക്കാനില്ലാത്ത, 3 നേരം ഫുഡ് പോലും എടുക്കാനില്ലാത്ത ആളുകളായിരിക്കും. അപ്പൊ അവര് നന്ദി പറയുന്നത് അവർക്ക് 3 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതായിരിക്കും. അപ്പൊ അതായിരിക്കണം നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്. എത്രത്തോളം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ, കമ്പയർ ചെയ്യുന്നു, നമുക്ക് മനസ്സിലാവും വി ആർ ബ്ലെസ്ഡ് എന്നുള്ളത്. സോ ദാറ്റ് ഈസ് ഓൾസോ എ മെത്തേഡ് ഓഫ് റീഫ്രെയിമിങ് യുവർ തോട്ട്സ് എന്നുള്ളതാണ്. നൗ ഈ തോട്ട് ഷിഫ്റ്റ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യം, എപ്പോഴും പ്രോബ്ലംസ് വരുമ്പോൾ ജസ്റ്റ് പോസ് ബിഫോർ റിയാക്ടിങ്. എന്ത് പ്രശ്നം വരുമ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിക്കുക, ഇതിപ്പോ ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ലേ, പിള്ളേരുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് പൊട്ടി, തന്നെ ചീത്ത വിളിച്ചു, ഞാനടക്കം ചീത്ത വിളിച്ചു, നിന്നാലും അത് പൊട്ടിച്ചു, അത് ഞാൻ എത്ര കാശ് കൊടുത്ത് മേടിച്ചു, അങ്ങനെ കുറെ ബഹളം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക? ക്ലാസ് നേരാവാൻ പോണില്ല. പകരം എന്താ കിട്ടിയത്? വെറുതെ ചെക്കൻ്റെ ദേഷ്യം മേടിച്ചു വെച്ച്, അല്ലേ?
നാളെ ഇനിയിപ്പോ ഇത് മാത്രമായിരിക്കും അവര് കാരണം വയസ്സാം കാലത്ത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാതിരിക്കാൻ. നിങ്ങൾ അന്നൊരു ഗ്ലാസ് പൊട്ടിച്ചതിന് എന്നെ ചീത്ത വിളിച്ചില്ല നിൽക്കുക. അല്ല, ചിൽഡ്രൻ ടേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്. നമ്മളൊരു ജോക്കായി പറയുന്നുണ്ടെങ്കിലും there are people who always think about that. ഇതുപോലെ ഗ്ലാസിന്റെ കാര്യം ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നെയുള്ളൂ. എന്റെ ഫ്രണ്ടിന്റെ ചേട്ടനെ ഇതുപോലെ കുട്ടിക്കാലത്ത് ഭയങ്കര കുറുമ്പായിരുന്നു. ഭയങ്കര കുറുമ്പായിട്ട് അവരുടെ അച്ഛൻ ദേഷ്യം വന്നിട്ട് എന്തൊക്കെയോ ചീത്ത പറഞ്ഞോണ്ടിരിക്കണേൽ ആ ഒരു ദേഷ്യം ഉണ്ടല്ലോ, ദേഷ്യം വന്നപ്പോ അവര് പറഞ്ഞു, നീ പോയിട്ട് അടുപ്പൊന്ന് കൊള്ളിയെടുത്തിട്ടോ, ചക്കനെന്ന് പേടിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. അമ്മ പേടിപ്പിക്കാനല്ലേന്നും പറഞ്ഞിട്ട് അടുക്കളയിൽ പോയിട്ട് കത്തുന്ന കൊള്ളി കൊണ്ടുവന്ന് കൊടുത്തു. ഈ അമ്മേനെ പിടിച്ച് പൊതുക്കണ ആദ്യം ഈ കൊള്ളി കൊണ്ടുവന്ന് കൊടുത്തു. ഈ തിളച്ചു നിൽക്കണ അച്ഛൻ എന്ത് ചെയ്തു, ഇവന്റെ കൈ പിടിച്ച് വലിച്ചിട്ട് ഇവന്റെ ഉള്ളം കയ്യിൽ ഇത് വെച്ചു. ഉള്ളം കയ്യിൽ വെച്ചിട്ട് ആ ചേട്ടന്റെ കൈ വിരലുകളെല്ലാം ഒട്ടിപ്പോയി. ആ അന്ന് തൊട്ട് ഉണ്ടായ ഫാമിലിയോടുള്ള ദേഷ്യം ആ മനുഷ്യൻ സ്വയം ഹേർട്ട് ചെയ്തിട്ടാണ് തീർത്തത് എന്നുള്ളതാണ്. വലുതാവുമ്പോഴും മിണ്ടിയ ദേഷ്യം വരുമ്പോ കൈ കാണിച്ചിട്ട് നിങ്ങൾ ഈ അവസ്ഥയിൽ എന്നെ ആക്കിയില്ലേ ടിൽ ഹിസ് എൻഡ്. ഫൈനലി ഇതിനെ കുടിച്ചും നശിച്ചും ലിവർ സിറോസിസ് ഒക്കെ വന്നിട്ട് ഇഫ് ഐ എം നോട്ട് റോങ് സൂസൈഡ് ചെയ്തു, പുള്ളി പോയി. പക്ഷെ ഞാൻ പറയുന്നത് ഒരു നമ്മള് ഈ പോസ് ചെയ്യാതെ റിയാക്ട് ചെയ്യുന്നതിന്റെ ഒരു ഭവിഷ്യത്താണത്. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ ആ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത, നമുക്ക് റിവേർട്ട് ചെയ്യാൻ പറ്റുന്ന, ശരിയാക്കാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവിടെ എന്നുള്ളത് ചിന്തിക്കേണ്ടത് നമ്മുടെയും കൂടി ഹെൽത്തിന് നല്ലതാണ്, അല്ലെ? ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തുക. ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. ഞാൻ ഈ തിയറിയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ക്ലാസ് കിട്ടുമ്പോൾ എനിക്കും വരും ദേഷ്യം. പക്ഷെ അത് മാറ്റണം സ്ലോലി. നമുക്കിപ്പോ നാളെ രാവിലെ എണീച്ച് നമ്മളൊരു പുതിയ മനുഷ്യനെ, അല്ലെങ്കിൽ ഇത് ഓഫ് ചെയ്ത് ഉടനെ ഒരു പുതിയ മനുഷ്യനൊന്നും ആവാൻ പറ്റില്ല. വി ആർ ഓൾ നോർമൽ പീപ്പിൾ. പക്ഷെ നമുക്ക് എന്താ പറയുക, കുറേശ്ശെ വി ക്യാൻ ഷിഫ്റ്റ് ആർ സെൽസ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ടേക്ക് 3 deep breaths when you're stressed. ചിലപ്പോ നമുക്ക് തോന്നും ഇത് മതി, ഇനി ഇതിൽ ഒരു ഭാവി ഞാൻ കാണുന്നില്ല, അല്ലെ? അപൂർവങ്ങളെങ്കിലും നെഗറ്റീവ് തോട്ട്സ് വന്നു മടുത്തു, ഇനി വേണ്ടാന്ന് തോന്നി ആരെങ്കിലും ഒക്കെ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ, ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ദാറ്റ് ഇസ് നോട്ട് ദ സൊല്യൂഷൻ. പ്രശ്നം വരുമ്പോൾ എവ്രി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ, അല്ലെ? എല്ലാ കണക്കിട്ട് തരുമ്പോഴും അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണും. ആ സൊല്യൂഷൻ നമുക്ക് കിട്ടാത്തതിന്റെ പ്രശ്നമാണ്, അല്ലെ? പ്രാക്ടീസ് ചെയ്തിട്ടും മറ്റൊരാളുടെ ഹെൽപ്പ് എടുത്തിട്ടും കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടും നമുക്ക് ആ കണക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ചെയ്യാൻ പറ്റാത്തതൊന്നുമല്ല. അപ്പൊ നമ്മൾ ലൈഫിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഒരു പ്രോബ്ലം വന്ന് സ്ട്രെസ്ഡായി നമുക്ക് ചില സമയത്തൊക്കെ തോന്നില്ലേ, എന്തിനു വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യണം, മതി, എത്ര ചെയ്തിട്ടും ശരിയാവള്ള എന്ന് തോന്നുമ്പോൾ ഒരു നല്ല 3 ഡീപ്പ് ബ്രെത്ത് എടുക്കുക. വെറുതെ കുറെ ശ്വാസം വിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അതേ അവസ്ഥ തന്നെ എത്തും, അല്ലെ? നമ്മൾ കുറെ ഈ മോട്ടിവേഷൻ ഒക്കെ കണ്ട് നമ്മളൊന്നും മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ വീണ്ടും തലയ്ക്ക് കഴിക്കും. പക്ഷെ ഈ ഡീപ് ബ്രെത്ത് എടുക്കാൻ പറയുമ്പോൾ ബ്രിങ് ഇൻ ടു യുവർ മൈൻഡ് ഓൾ ദോസ് പോസിറ്റീവ് ഗുഡ് തിങ്സ്, ഗുഡ് പീപ്പിൾ ഇൻ യുവർ ലൈഫ്. ഒരാളെങ്കിലും ഉണ്ടാവില്ലേ അവർക്ക് വേണ്ടിയെങ്കിലും ജീവിക്കണം എന്ന് തോന്നാവുന്ന. ഇനി ആരെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ കണ്ണാടി ഒന്ന് പോയി നോക്കി. ഇത്രയും കാലം വെള്ളവും വളവും കൊടുത്ത് വളർത്തിയ നമ്മളെ നമുക്ക് വിട്ടുകളയാൻ പറ്റുമോ? ഇല്ല. അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു ലിവ് ഫോർ യുവർ സെൽഫ്. അങ്ങനെ ഡിസിഷൻ എടുത്ത് ജീവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് ഒരുപാട് പേർക്ക് നമുക്ക് കൊടുക്കാനും പറ്റും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം നമ്മൾ ഒരാള് എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് പേര്. അത് ഈ ഒരുപാട് പേര് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഇതായിട്ട് കാണുന്ന, നമ്മളെല്ലാം ചെയ്തു കൊടുത്തിട്ട് നമ്മൾ റിട്ടേൺസ് പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ടല്ലോ, അച്ഛൻ, അമ്മ, മക്കൾ, ഭാര്യ. അല്ല, അതിനും അപ്പുറം ഒരു ലോകമുണ്ടെന്നും അവിടെയും നമ്മളെ ആവശ്യമുണ്ടെന്നും ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു 3 ബ്രെത്ത് എടുക്കുമ്പോൾ ഇതെല്ലാം യൂണിവേഴ്സിനെ മൊത്തത്തിൽ തിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ്, യു വിൽ നോ, ഇല്ല ഇനിയും ജീവിക്കണം എന്നുള്ളത്. അതുപോലെ എപ്പോഴും നമുക്കൊരു സംഭവം ഉണ്ടാവും, എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടാവും, വൈ മീ എന്നുള്ളത്, ഇല്ലേ? ഒരു അസുഖം വരുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ, ഒരു വ്യക്തി നഷ്ടപ്പെടുമ്പോൾ ഒക്കെ നമ്മൾ പറയും, എന്നാൽ എൻ്റെ ജീവിതത്തിൽ മാത്രം ഒന്നും നല്ലത് നടക്കൂല, എപ്പോഴും എൻ്റെ ലൈഫിൽ ഇങ്ങനെ വൈ മീ വൈ മീ വൈ മീ. നൗ യു ഹാവ് ടു ഷിഫ്റ്റ് ദാറ്റ് തോട്ട് ഫ്രം വൈ മീ ടു വാട്ട് നൗ എന്നുള്ളത്. ഇനി എന്ത്?
ആദ്യം 1-2 പ്രാവശ്യം ചോദിച്ചോ, എന്നാലും എനിക്ക് എവിടെ പോയാൽ ഈശ്വര ഈ ഗതിയാണല്ലോ. നമ്മൾ പറയില്ലേ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ ഗതി. അങ്ങനെ ഒരു ആ ഒരു മൊമെന്റിൽ പറഞ്ഞോ. പക്ഷെ നൗ അത് ഷിഫ്റ്റ് ചെയ്യേണ്ടത് എവിടേക്കാണ്? വാട്ട് നൗ, വാട്ട്സ് നെക്സ്റ്റ്? സംഭവിച്ചത് സംഭവിച്ചു, ഇനി എന്ത് ചെയ്യാം എന്നുള്ളതായിരിക്കണം നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ചിന്ത എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, കീപ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ. അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ പറഞ്ഞില്ലേ കമ്പയർ ചെയ്ത് ജീവിക്കുന്നത്. സാഹിർ സാർ ആ പോയിന്റ് ആണ് പറഞ്ഞത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമ്മൾ ഫുൾ ടൈം എന്താ ചെയ്യണത്? നമ്മളെക്കാൾ അതുണ്ട് ഇതുണ്ട് എന്ന് പറയുന്ന ആൾക്കാരെ കുറിച്ച് ആലോചിച്ച് ചിന്തിക്കും. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കണ്ടോ, ആ എനിക്ക് 2 കൈയുണ്ട്, അവന് കൈയില്ല, അവൻ വീൽ ചെയറിലാണ്, എനിക്ക് നടക്കാം. വി നെവർ ഡു ദാറ്റ്, വി നെവർ ഡു ദാറ്റ്. അതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ഡിലേസിനോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം എന്നുള്ളതാണ്. ബ്രെഡ് കരിഞ്ഞതിന് അന്ന് അപ്പൊ പഴിച്ചെങ്കിലും ആ ബ്രെഡ് കരിഞ്ഞതിന് ഒരു റീസൺ ഉണ്ടായി, അത് കരിഞ്ഞത് നന്നായി എന്ന് തോന്നണം. നേരത്തെ പറഞ്ഞ മാതിരി വിചാരിച്ച കോളേജിൽ ജോയിൻ ചെയ്യാണ്ട് വേറൊരു കോളേജിൽ ജോയിൻ ചെയ്ത് നല്ല പാർട്ട്ണറിനെ കിട്ടിയാൽ ആ പ്രോസസ്സിനെയും നമുക്ക് പോസിറ്റീവായിട്ട് കാണാലോ. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഈ ഡിലേക്ക് ഉണ്ടാവണം. സംഭവിച്ചു പോയത് പോയി, അതിനെക്കുറിച്ച് വറി ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലവർ പറയും അല്ലെ, ഇന്നാലും നീ നല്ലൊരു ജോലി കളഞ്ഞിട്ട് വന്നില്ലേ, ഇന്നാലും നീ അത് വേണ്ടാന്ന് വെച്ചില്ലേ. ചില കല്യാണമൊക്കെ വരുമ്പോ പറയും, നല്ല കൊച്ചായിരുന്നു, നീ വെറുതെ മുടി നീളമില്ലെന്നും പറഞ്ഞ് വേണ്ടാന്ന് വെച്ചില്ലേ എന്നും നമ്മളെ പഴിക്കും. കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് ആ കുട്ടീനെ വീട്ടുകാർ വേറെ എവിടെ കെട്ടിച്ചു വിട്ടു, അവിടെ നിന്ന് അത് ഒളിച്ചോടി പോയി. അപ്പൊ ഈ പറഞ്ഞ വീട്ടുകാർ എന്നെ തിരുത്തും, ഓ അന്ന് നീ ആ പെങ്കൊച്ചിനെ മുടി വേണ്ട കുറവാണെന്ന് പറഞ്ഞ് വേണ്ടാന്ന് വെച്ചാൽ നന്നായി. ഇറ്റ് ഓൾ ഹാപ്പൻസ്. ഇത് എന്താ പറയുന്നത്, ഏതൊരു നെഗറ്റീവോ അല്ലെങ്കിൽ ഡിലേ ഉണ്ടാവുമ്പോൾ ദർ ഇസ് എ പോസിറ്റീവ് സൈഡ് ഫോർ ദിസ് എന്ന് ആലോചിക്കുക. അതുപോലെ സംടൈംസ് നമ്മൾ അറിയില്ലേ, സംടൈംസ് ദ സ്മോളസ്റ്റ് ഡിറ്റോർസ് എന്താ പറയണത്, മേക്ക് us റീച്ച് എ ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ. യാത്രകൾ പോകുമ്പോൾ ഈ ചില റോഡുകളിൽ നിന്ന് ടേക്ക് ഡൈവേർഷൻ എന്ന് പറയും. അപ്പൊ തന്നെ നമ്മൾ വിചാരിക്കും, ഓ ഇതൊരു കിലോമീറ്റർ കൂടി കൂടുതൽ ഓടണം. പക്ഷെ ചിലപ്പോ സാധാരണ നമ്മൾ പോയിക്കൊണ്ടിരുന്ന വഴിയേക്കാൾ മനോഹരമായിരിക്കും ആ ഒരു വഴി. ഒരുപാട് മരങ്ങളും പ്രകൃതി രമണീയമായതും ചിലപ്പോൾ ഒരു കുഞ്ഞരുവിയും ഒക്കെ ഉള്ള വഴിയായിരിക്കും അത്. അപ്പൊ ആ 1 കിലോമീറ്റർ നമുക്ക് ലാഭമായി എന്ന് തോന്നാറില്ലേ? ഓ നന്നായി നമ്മൾ ഈ വഴിക്ക് എടുത്തത്, എന്തെല്ലാം അടിപൊളി വഴി എന്ന് പറയും. അപ്പൊ എപ്പോഴും ആ ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ, നമുക്ക് കടന്നു പോകുന്ന മുമ്പ് നമുക്കൊരു പക്ഷെ തോന്നാം, എന്ത് ഇത് അവസാനമാണ്, ഓ ഷേ. പക്ഷെ അപ്പൊ നമ്മൾ ചിന്തിക്കണം, ലെറ്റ്സ് ട്രൈ, എന്തെങ്കിലും ന്യൂ ഉണ്ടെങ്കിലോ, അതില് എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിലോ ബിഹൈൻഡ് ദാറ്റ് എന്നുള്ളതാണ്. സോ സിംപ്ലി സ്പീക്കിംഗ്, കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. ഡൗൺ ആവുമ്പോൾ, ഡിലേ ആവുമ്പോൾ, ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് സങ്കടം വരും. ഈ പറഞ്ഞ തിയറി ഒന്നും ഓർമ്മ വരില്ല. ഈ പറഞ്ഞ തിയറിയൊക്കെ എവിടെ, ഏത് തിയറി, നമുക്ക് അതൊന്നും ഓർമ്മയില്ല. തിയറിയൊക്കെ ആർക്കും ഓർമ്മ വരും? ഈ തിയറി ഇപ്പൊ 2 ദിവസം കഴിഞ്ഞാൽ ചോദിച്ചാൽ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ അതല്ല, നമ്മൾ ജീവിതത്തിൽ ഇപ്പോഴേ തൊട്ട് കൊണ്ടുവരേണ്ട ഒരു സാധനമാണ് മൈന്യൂട്ട് ചേഞ്ചസ് എന്നുള്ളത്. നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെയും കാരണങ്ങളെയും എല്ലാം ട്രസ്റ്റ് ദ പ്രോസസ്. നമ്മൾ പറയല്ലോ, നമ്മളൊക്കെ ഇവിടെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ ഉണ്ടാവും. ടിൽ ഡെത്ത് നമുക്ക് കുറെ റോൾസ് പ്ലേ ചെയ്യാനുണ്ടാവും. സോ ഇതിലും അടിപൊളി സാധനം വരാനിരിക്കുന്നേ ഉള്ളൂ. പിക്ചർ അഭി ബാക്കി ഹേ എന്ന് പറയില്ല നമ്മള്. സോ സ്റ്റിൽ സംതിങ് ഇസ് ദയർ ഇൻ സ്റ്റോർ. ഇതുവരെയുള്ളതായിരിക്കില്ല, ഇതിലും മനോഹരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അതെല്ലാം വരുന്നതിനെ അതിനെ പോസിറ്റീവായിട്ട് തന്നെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ബേൺഡ് ടോസ്റ്റ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇതുപോലെ ഡിലേ ആയിട്ടും നിങ്ങൾക്ക് നന്നായി എന്ന് തോന്നിയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഇനി ഫ്ലോർ ഈസ് യോഴ്സ്. ഇനി നമുക്ക് സൊറ പറയാം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. നല്ലൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് ഈസ് ദ കീ, ഡെഫിനറ്റ്ലി.
അപ്പൊ ആ ബേൺഡ് ടോസ്റ്റിന്റെ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് സിമിലർ ഒരു കഥയായി. യു പ്രോബബ്ലി ഹാവ് ഹേർഡ് ഓഫ് ഇറ്റ്. ഇതുപോലെ ഒരു അമ്മ തിരക്ക് പിടിച്ച് കുക്ക് ചെയ്യുവാണ്, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും കൊടുക്കാനും അച്ഛന് ചോറ് കെട്ടി കൊടുക്കണം, അങ്ങനെയുള്ള തിരക്കിനിടയിൽ ടോസ്റ്റ് ബേൺഡ് ആയി പോയി. പക്ഷെ എന്നാലും അച്ഛൻ അതൊരു കംപ്ലൈന്റും ഇല്ലാതെ നല്ലതായിട്ട് സന്തോഷത്തോടെ കഴിച്ചു. എന്നിട്ട് നല്ലതാന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് രാത്രി കിടന്നപ്പം മകന് ചോദിച്ചു, എന്നാലും അച്ഛൻ എന്താ കരിഞ്ഞ ടോസ്റ്റ് കഴിഞ്ഞിട്ട് അമ്മയോട് അത് വളരെ നല്ലതാന്ന് പറഞ്ഞു, അത് കരിഞ്ഞതല്ലായിരുന്നു. ഉടനെ അച്ഛൻ പറഞ്ഞു, അത് സാരമില്ല മോനെ, അമ്മ അത്രയും എഫേർട്ട് എടുത്തിട്ടല്ലേ അത് ചെയ്തത്, അപ്പൊ നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പൊ അതും ഒരു കോഗ്നിറ്റീവ് റീഫ്രെയിമിങ് തന്നെയാണല്ലോ. ദാറ്റ്സ് ഫൈൻഡിങ് ദ പോസിറ്റീവ് ഇൻ ഇറ്റ്. ആ സ്റ്റോറിയും ഇറ്റ് മേക്സ് എ ബിഗ് ഇമ്പാക്ട്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഒരു പണിയും എടുക്കാതെ ടേബിളിൽ വന്നിരുന്ന് കഴിക്കാൻ നേരത്തെ വിളമ്പാൻ പോലും ഒരാൾ വിളമ്പി തന്ന അമ്മയായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ കഴിക്കുമ്പോ ഉപ്പില്ല മുളകില്ല എന്ന് പറയുമ്പോൾ സൂസൻ മാം പറഞ്ഞ ഈ കഥ ആലോചിക്കാം അല്ലേ? ദ എഫേർട്ട് ബിഹൈൻഡ് ദാറ്റ്. ഇത്തിരി ഉപ്പില്ലെങ്കിൽ ഇത്തിരി ഉപ്പോടെ കോരി ഇടുക. ഒരു ദിവസം ലേശം ഒരു ഉപ്പും എരിവും പുളിയും കുറവുള്ളത് കഴിച്ചാൽ എന്താ കുഴപ്പം? ബി ബ്ലസ്ഡ് ഫോർ ദാറ്റ് ഫുഡ് അല്ലെ? ഈ ഗ്രാറ്റിറ്റ്യൂഡ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ആ എഫേർട്ടിന് അവരോട് നന്ദി പറയുമ്പോ രക്തം തിളക്കുന്നൊന്നുമില്ല. അത് കറക്റ്റ് അല്ലേ മാം പറഞ്ഞത്? എന്തൊരു ഭയങ്കര നല്ലൊരു കാര്യമല്ലേ? നിങ്ങളാണ് ഒരു നേരം കുക്ക് ചെയ്യുന്നത്, നിങ്ങൾ അപൂർവമായി തന്നെയാണ് ശരി കുക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഒരു ഇത്തിരി ഉപ്പോ എരിവോ കുടിക്കും പോട്ടെ, വേണ്ട, നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുന്ന ഒരു ഫുഡ്, പുറത്തുനിന്ന് കാശ് മുടക്കി വാങ്ങിക്കൊണ്ടിരുന്ന ഫുഡ് വീട്ടിലിരിക്കുന്നവര് ഇത് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്കും തിളക്കില്ലേ? ഞാൻ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് മേടിച്ചതാണെന്നുള്ളത്. അത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും ഇപ്പൊ മാം പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആണ്. അതെ, തിളയ്ക്കും. നമുക്ക് തിളക്കില്ലേ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷമാവൂലേ? അത് ഭക്ഷണം അവർ കഴിക്കാതിരുന്നാലേ അവർക്ക് നമുക്ക് ഭയങ്കര വിഷമാവൂലേ? അല്ല, ഒറ്റൊരു കാര്യമല്ലോ മാം, നാളെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോ നമ്മുടെ മനസ്സ് മുഴുവൻ ഇതായിരിക്കും, നാളത്തെ കറി ഇതിലും വേസ്റ്റ് ആയിരിക്കും അല്ലേ? ഗുഡ് മോർണിംഗ് അർച്ചന മാം. വെരി ഗുഡ് മോർണിംഗ്. ചെയ്തോണ്ടിരുന്ന പക്ഷെ എനിക്കൊരു അനുഭവം ഉണ്ടേ. കാണുന്നില്ല, പിന്നെ കൈ വെച്ച് പിഴിഞ്ഞോണ്ടിരിക്കും ഇപ്പൊ ഇത്രയും നാളായിട്ട്. അങ്ങോട്ട് Okay. എനിക്ക് കഴുകി എടുക്കാനുണ്ട്. ഇത് ഇവിടെയാണോ സംസാരിക്കുന്നത്? ഓഫ് ചെയ്യാമോ മൈക്ക്? ഓക്കെ ഫൈൻ. ഓക്കെ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഞങ്ങൾ അത്യാവശ്യം ഫുഡിയാണ്, അർച്ചന മാമിനെ അറിയാലോ. അപ്പോൾ ഞങ്ങൾ എല്ലാ അതെ. സ്ഥലത്തും യാത്ര പോകും. അപ്പൊ പുള്ളിക്കാരൻ എൻ്റെ വീട്ടിലും വരും. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എൻ്റെ സിസ്റ്റർ ആയാലും എൻ്റെ ഉമ്മാടായാലും ആള് പറയും, ഇതെന്തത്, ഇത് കുറച്ചും കൂടി ഒന്ന് എന്തിനും ഒരു കുറ്റം ഉണ്ടാവും. ഇപ്പം സിസ്റ്ററൊക്കെ അവൻ പോയാൽ പറയും എന്നോട്, ഇനി മേലി ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്നൊക്കെ പറയും. കാരണം അറിയാലോ, അവരത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു കോംപ്ലിമെന്ററി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണല്ലോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 2 വർഷം മുമ്പ് ആൾക്കൊരു മേജർ ആക്സിഡന്റ് സംഭവിച്ചു. ഇപ്പോ ആള് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി എന്താ പറയാ, ഒരു പൈപ്പ് ഇട്ടിട്ട് ഭക്ഷണം ജ്യൂസ് ആക്കിയിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ ആൾക്ക് സംസാരിക്കാൻ പറ്റില്ല, എഴുതാനൊക്കെ പറ്റും. അപ്പൊ ആള് എന്താ പറയാ, ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 6 month മുന്നേ എഴുതി വെച്ച ഒരു കുറിപ്പ് ഇപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് തോന്നുന്ന ഒരു കാര്യമുണ്ട്. ആള് പറഞ്ഞ ഒരു കാര്യമാണ്, എനിക്ക് രുചിയോടുകൂടി ഭക്ഷണം കഴിക്കണം, ഞാൻ ആയ സമയത്ത് കുറ്റം പറഞ്ഞത് കഴിച്ചു, എനിക്ക് എപ്പോഴെങ്കിലും പറ്റുമായിരിക്കും എന്ന് പറയുന്ന ഒരു കുറിപ്പ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഓരോ അനുഗ്രഹങ്ങൾ, നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ വിചാരിക്കും വെയിൽ കൊള്ളാതെ പോകണമെന്ന്. അപ്പൊ നേരെ ഒന്ന് ഫുട്പാത്തിലൂടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടന്നു പോയിട്ട് വെയിലും കൊണ്ട് നടന്നു പോകുന്ന മനുഷ്യരെ കാണാം. വെയിൽ കൊണ്ട് നടന്നു പോകുന്നവൻ ചിന്തിക്കും എനിക്കിതൊന്നും ഇല്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് അപ്പുറത്ത് കാലില്ലാതെ ഭിക്ഷ യാചിക്കുന്ന, അല്ലെങ്കിൽ കാലില്ലാതെ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇങ്ങനെ നിരങ്ങി നടക്കുന്ന ഒരാൾ ചിന്തിക്കും എനിക്ക് കാലുണ്ടായിരുന്നെങ്കിൽ നടന്നെങ്കിലും പോകാൻ പറ്റുമായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ഇനി അടിപൊളി സെഷൻ ആയിരുന്നു, സൂപ്പർ. തീർച്ചയായിട്ടും സാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് പ്രോബ്ലംസ് കൂടുന്നത്. പ്രോബ്ലംസ് ഇപ്പൊ എല്ലാവരുടെ ലൈഫിലുണ്ടാവും, നമ്മുടെ കൂടുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇത്തരം ഓർമ്മപ്പെടുത്തൽ എപ്പോഴും വേണ്ടുന്നതാണ്. കാരണം മനുഷ്യ ജീവിതത്തില് ചില അഹങ്കാരങ്ങളും ബാക്കികളും വരുമ്പോഴാണ് നമ്മുടെ കുഴിത്തോണ്ടലുകൾ വരുന്നത്. അതിന് എതിരായിട്ട് ഇങ്ങനത്തെ ടോക്ക് എന്ന് പറയുന്നത് വളരെ ബെറ്ററാണ്. അതും മോർണിംഗ് ടൈമിൽ നമ്മൾ ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ജീവിതം തുടങ്ങുമ്പോൾ അതിന് പ്രത്യേക ഒരു മാസ്മരികത ആ ദിവസത്തിന് വരുന്നു, അല്ലെങ്കിൽ ആ ജീവിതത്തിന് വരുന്നു.
അതുകൊണ്ട് Okay. ഇത് എപ്പോഴും നമുക്ക് പോസിറ്റീവ്ലി എടുത്ത് ഇത് ഒത്തിരിയും എനർജൈസ് ചെയ്ത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു, വളരെ നല്ല Thank ക്ലാസ് you, ma'am. ആയിരുന്നു. കാരണം Thank you. ബാക്കിയുള്ളവരുടെ ഇപ്പൊ എല്ലാ പോസിറ്റീവ്നെസ്സും എടുത്ത് നമ്മളൊരു ജീവിതം ഒരു ദിവസം തുടങ്ങുമ്പോൾ അതിന് കിട്ടുന്ന പോസിറ്റീവ്നെസ് എന്തുവാണെന്ന് പ്രത്യേകിച്ചും പറയാതെ തന്നെ അറിയാവുന്ന സംഭവമാണ്. അതെ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. Thank you, ma'am. അർച്ചന ഗുഡ് മാം സൂപ്പർ മോർണിംഗ്. ക്ലാസ് ആയിരുന്നു. ആ പറയൂ. ആരോ സംസാരിക്കണ്ടോ? ഇല്ല, പറഞ്ഞോളൂ. ആ, നല്ല ക്ലാസ് ആയിരുന്നു മാം. പ്രത്യേകിച്ച് കുറെ നമ്മളെ ലൈഫിലുള്ള കുറെ കാര്യങ്ങൾ ഓർത്ത് അതിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞു. ഞാൻ മാം പറഞ്ഞതുപോലെ 20ാമത്തെ വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട ആളാണ്. ശരിക്കും നമ്മൾ 16 കഴിയുന്നവരെയൊക്കെ ദൈവത്തിനെ പോലും പഴിച്ച് പെട്ടെന്ന് അറ്റാക്കായിരുന്നു, ഒരു അസുഖവും ഇല്ലാത്ത ഞങ്ങൾ. ശരിക്കും അമ്മയും 3 മക്കളും വളരെ പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരാള്. അപ്പോഴുള്ള ആ ഒരു നഷ്ടം വളരെ വലുതായിരിക്കുമല്ലോ. അതും നമ്മൾ എടുത്തു കൊണ്ടുപോകാന്ന് പറഞ്ഞതുപോലെയായിരുന്നു. പക്ഷെ അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അയ്യോ ഇതെന്തൊരു ദൈവം എന്നൊക്കെ. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ച് ഡിഗ്രി കംപ്ലീറ്റ് പരീക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ, 1 വീക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ അന്ന് ആ ഡിഗ്രി കഴിഞ്ഞതുകൊണ്ട് പിന്നെ നമുക്ക് എൻ്റെ പഠനം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ, പിന്നെ അതുപോലെ തന്നെ 6 മാസം കഴിയുമ്പോഴത്തേക്ക് ചേച്ചി ഗവൺമെന്റ് സർവീസിൽ കയറി. അതിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങി. പക്ഷെ ആ സമയത്ത് നമ്മളിങ്ങനെ സ്റ്റക്ക് ആയി നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതിലൊന്നും എത്തിപ്പെടില്ലായിരുന്നു. അന്നപ്പോഴും ഞാൻ ചിന്തിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേപോലെ തന്നെ ചിന്തിച്ചു, ഇത് ചെറിയ വയസ്സിൽ ഇപ്പൊ നമ്മൾ 4ഓ 5ഓ വയസ്സിലൊക്കെ ഇത് സംഭവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങളുടെ ജീവിതം ഒന്നെങ്കിൽ അമ്മേന്റെ വീട്ടിലായിരിക്കും, അല്ലെ അച്ഛൻ്റെ ഏതെങ്കിലും ആളുകളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിക്കേണ്ടി വരും. പക്ഷെ 20 വയസ്സായപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? അന്ന് കുറെ ഇങ്ങനെ പാരൽ കോളേജുകൾ ഉള്ളതാണല്ലോ. ടീച്ചിങ് എന്നുള്ള ഒരു കഴിവ് എന്തോ കുറച്ചൊരു ഇൻബോൺ ആയിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ അതിൽ അങ്ങ് ഇറങ്ങി PG ആയതിന് എൻ്റെ പൈസ കൊണ്ട് തന്നെ പഠിച്ച് അങ്ങനെ B.Ed അങ്ങനെയൊക്കെ പോവാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ ഒരു പോസിറ്റീവ് എടുത്തുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് മുന്നേറി അമ്മയ്ക്കുള്ള ആ ഒരു ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങ് നടന്നു നീങ്ങിയപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് അനിയൻ +1 അവനെ അങ്ങനെ പോന്നു. ഇപ്പൊ നമ്മുടെ ഫാമിലി ഞങ്ങൾ വേറെ ആരെയും ഡിപ്പെൻഡ് അങ്ങനെ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യാതെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആരോടും എന്താണ് അങ്ങനെ ഒരു പ്രത്യേക ബാധ്യത ഒന്നും അങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതൊക്കെ എനിക്ക് ഇങ്ങനെ മനസ്സിലൂടെ വന്നു. അതുപോലെ തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ. സയൻസ് എടുത്ത ആളാണ് ഞാൻ. 1 വീക്ക് കഴിഞ്ഞ് കൊമേഴ്സിലേക്ക് ചാടിയതാണ്. അന്ന് ഈ എന്താ പറയാ നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു, ഈ കീറണ ആ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കേട്ടിട്ട് ഞാൻ മാറിയതാ. എന്നിട്ടും പിന്നെ എൻ്റെ ചേച്ചി നഴ്സിംഗ് ആണ്, അതുകൊണ്ടാണ് വേഗം ജോലി കിട്ടിയത്. ഗവൺമെന്റ് സർവീസ് വേഗം കിട്ടില്ല. അപ്പോൾ ചേച്ചിക്കൊക്കെ ആ രീതിയിൽ നമ്മളെ വിടണം. അച്ഛനും അങ്ങനെയായിരുന്നു. അപ്പൊ സയൻസ് എടുത്തിട്ട് മാറിയിട്ട് എന്നും ഇങ്ങനെ പഴി പറയായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും ചിന്തിച്ചു ചിലപ്പോൾ സയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ പെട്ടുപോയേനെ. കൊമേഴ്സ് എടുത്തോണ്ട് പ്രത്യേകിച്ച് അന്നൊക്കെ മാർക്ക് ഉണ്ടെങ്കിൽ സയൻസ് തന്നെയല്ലേ എടുക്കുള്ളൂ. ഇപ്പൊ വേറൊരു വഴി ആരും ചിന്തിക്കൂല, വേറൊരു ഓപ്ഷൻസ് കഴിഞ്ഞാൽ മാർക്കില്ലാത്ത ആളാണെന്നുള്ള ഒരു മുദ്ര. അതെ ഒരു വല്ലാത്ത നമ്മളെ +2 എത്തുമ്പോ ഈ സയൻസുകാർക്ക് വേറൊരു അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ അന്ന്. അപ്പൊ അതിൽ നിന്നും മാറിയപ്പോ അച്ഛനൊക്കെ ഭയങ്കര ഫീൽ ആയിരുന്നു. അച്ഛൻ്റെ ഒക്കെ കൺസെപ്റ്റ് സയൻസ് എടുക്കുക എന്നിട്ട് വേഗം ജോലി ആവുക, അങ്ങനെയൊക്കെ ഒരുപാട്. ഇനി ഞാൻ കുറെ പറയണില്ല. എന്തായാലും മാമിന്റെ ഈ ഒരു തിയറി കൊണ്ട് നമ്മുടെ ഓർമ്മയിലൂടെ കുറെ കടന്നു പോയി. താങ്ക് യു വെരി മച്ച് മാം. നല്ല സൂപ്പർ ക്ലാസ്. അപ്പൊ ഇപ്പോഴും ഞാൻ ആ സങ്കടപ്പെടാറില്ല സയൻസ് എടുക്കാത്തതില്. ഇപ്പോഴും ഞാനൊരു ഗവൺമെന്റ് സർവീസിൽ എത്തായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. അമ്മ പറയും അതുകൊണ്ടായിരിക്കും അന്ന് ഇങ്ങനെ കഴിഞ്ഞ ചേച്ചിയും അതായത് മെഡിക്കൽ ഫീൽഡ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, അങ്ങനെ പോയാൽ മതിയായിരുന്നു. മറ്റേ നമ്മള് കൊമേഴ്സ് B.Ed ഒക്കെ കഴിഞ്ഞിട്ട് വളരെ റെയർ അല്ലേ ആ പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ. അതൊക്കെ കുറെ മെനക്കെട്ടിട്ടുണ്ട്. പക്ഷെ എന്തോ ലിസ്റ്റിലൊക്കെ വന്നിട്ട് തള്ളിപ്പോയി, അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയായിരുന്നു. ഏതായാലും പക്ഷെ അതിനൊന്നും നമ്മൾ സങ്കടപ്പെടാതെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കൗൺസിലിംഗ് ഫീൽഡിൽ എത്തിയപ്പോൾ അന്നൊക്കെ അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കൗൺസിലിംഗ് ഫീൽഡിലേക്ക് വരില്ലല്ലോ. നിങ്ങളെ പോലെയുള്ള ഒരുപാട് പേരെ പരിചയപ്പെടാനും പോലും ഒരുപാട് റിലേഷൻ, അതാണല്ലോ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലുത്. ആ ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കാൻ, ആളുകളെ പരിചയപ്പെടാനും കഴിഞ്ഞത് അന്ന് അതൊന്നും ചെയ്യാത്ത കൊണ്ട് തന്നെയായിരിക്കും. അല്ലെ ഞാൻ ഒതുങ്ങി ഒരു ഗവൺമെന്റ് സർവീസ് മാത്രമായിട്ട് ഇങ്ങനെ പോവും.
അതൊക്കെ ഞാൻ ഇപ്പൊ അങ്ങനെ ചിന്തിക്കാറാണുള്ളത്. ഈ തിയറി തന്നെയാണ് ലൈഫിൽ പലപ്പോഴും അപ്ലൈ ചെയ്യാറുള്ളത്. അതെ, അപ്പൊ ഓക്കെ ഈ മാം. ഒരു അനുഭവം എല്ലാവരും അത്രയ്ക്കൊന്നും ജീവിതത്തിൽ മുമ്പിലെത്താത്തവര്, അതായത് മീൻസ് പ്രായം കൊണ്ടൊക്കെ ഇത്രയും വർഷങ്ങളൊന്നും ആവാത്തവര് ചിന്തിക്കുക. കണ്ടോ, ഓരോരുത്തര് ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്തത് കൊണ്ട് അവർ സർവൈവ് ചെയ്ത് നല്ല രീതിയിൽ എത്തി എന്നുള്ളതാണ്. ഗുഡ് മോർണിംഗ് മാം. വെരി ഗുഡ് ഞങ്ങള് മോർണിംഗ്. എൻ്റെ കോളേജില് ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഹരി എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ 6th സെമസ്റ്ററിൽ തന്നെ ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ വരും. ഞങ്ങൾക്ക് കുറെ പേർക്കൊക്കെ TCS-ലും ഇൻഫോസിസിലൊക്കെ ജോലി കിട്ടി. കുറെ പേര് ISRO-ലൊക്കെ ജോയിൻ ചെയ്തു. ഇവന് പക്ഷേ പ്ലേസ്മെന്റ് ഒന്നും ആയില്ല. ആൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ്, മോശമൊന്നുമില്ല പഠിത്തത്തിലൊന്നും. പക്ഷെ പ്ലേസ്മെന്റ് കിട്ടിയില്ല. അങ്ങനെ അവന് ഞങ്ങൾ ബാംഗ്ലൂർ, ഞാൻ കുറെ ഫ്രണ്ട്സൊക്കെ ജോയിൻ ചെയ്തു. ആ സമയത്തും ഇവനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഇവൻ കുറെ കാലം അങ്ങനെ നടന്നു. പിന്നെ അവന് തോന്നുന്ന MTech-ന് ചേരാന്ന്. അങ്ങനെ എൻട്രൻസ് എഴുതി MTech-ന് ചേർന്നു. PG കഴിഞ്ഞിട്ട് അവന് പിന്നീട് ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഒരു 3 വർഷത്തോളം ബാംഗ്ലൂർ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അവന് US-ലേക്ക് മൂവ് ചെയ്തു. 2013-ലാണെന്ന് തോന്നുന്നു, 14 ആ സമയത്തായിട്ട്. അപ്പൊ പിന്നീട് ഇവനോട് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയും, അന്ന് ഈ IT കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ. അവനും MTech ആയിരുന്നു, സോറി മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അപ്പം ഈ IT കമ്പനിയിൽ ജോയിൻ ചെയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ കിട്ടാത്തത് കൊണ്ടാണ് ഒരു കോർ ഫീൽഡിൽ തന്നെ, അതും GE എന്ന് പറയുന്നത് വലിയ കമ്പനിയാണ്, നമ്മുടെ ടാറ്റ ഇന്ത്യയൊക്കെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള കമ്പനിയാണ്, ജോയിൻ ചെയ്യാൻ പറ്റിയത് എന്ന് പറയും. അപ്പം മാം പറഞ്ഞ പോലെ ട്രസ്റ്റ് ദ പ്രോസസ്. ചില ഡിലേസ് ഒക്കെ ജീവിതത്തിൽ നല്ലതാണ്. ആ ഒരു സമയത്ത് കുറച്ച് വിഷമം ഉണ്ടാവുമെങ്കിലും പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് മാം പറഞ്ഞ പോലെ തന്നെ ഇറ്റ് വാസ് ടു പ്രൊട്ടക്ട് അസ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല ഒരു ലൈഫ് തരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ആണോ ദൈവമാണോ ആരാന്നറിയില്ല, ഹൂഎവർ ഇറ്റ് ഈസ്, ചെയ്തതാണ് എന്നുള്ളത്. അപ്പം നല്ല സെഷനായിരുന്നു ആസ് യൂഷ്വൽ മാമിന്റെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ. നേരത്തെ ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു, അതുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യാതിരുന്നത്. ഇതില് ഇപ്പം എന്തായാലും അടിപൊളി ക്ലാസ്. ബാക്കി നമുക്ക് ഗ്രൂപ്പിലാക്കാം. താങ്ക് യു. അതെ, ബാക്കി ചർച്ച നമുക്ക് ഗ്രൂപ്പിലാക്കാം. നമ്മുടെ ചർച്ച കേട്ടോ, ബാക്കിയുള്ളവർക്ക് കണ്ടിന്യൂ ചെയ്യാം. സോറി, അതല്ല ഉദ്ദേശിച്ചത്. ഗുഡ് മോർണിംഗ് മാം. ആക്ച്വലി മാം ഇന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഉദാഹരണം കൊണ്ട് യുനോ വലിയൊരു ട്രൂത്താണ് മാം എക്സ്പ്ലെയിൻ ചെയ്തത്. ഇറ്റ്സ് റിയലി ഇൻസ്പയറിംഗ്. ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് സംടൈംസ് നമുക്ക് എന്താവും, മിസ്സിങ് സംതിങ് ഡസൻ റൂയിൻ ലൈഫ് അല്ലേ. നമുക്ക് നമ്മുടെ അത് റെസ്ക്യൂ ആയിട്ട് മാറുന്നുണ്ട്, ആസ് വെൽ ആസ് അതൊരു ഹിഡൻ ബ്ലെസ്സിങ് ആണെന്നും കൂടി നമ്മളെപ്പോഴും റിയലൈസ് ചെയ്യണം. മാം അത് പറഞ്ഞപ്പോൾ തന്നെ ഇറ്റ്സ് റിയലി ഇൻസ്പയറിംഗ്. കാരണം അത് നമുക്ക് മറന്നു പോകുന്ന ഒരു സംഭവമാണ്. എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇത് മീൻസ് ഇനി അങ്ങോട്ട് ആ ഒരു തോട്ട് മാറ്റണം. താങ്ക് യു സോ മച്ച് മാം. ആൻഡ് മാം പറഞ്ഞ, അതായത് ഇന്നലെ കൂടെ ഞാൻ കുട്ടികളുടെ അടുത്ത് അവർക്ക് എക്സാമാണ്, അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ജസ്റ്റ് ഡു യുവർ ഹാഫ് ആൻഡ് ഡിവൈൻ വിൽ ഡു ദ റെസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചെയ്യുന്നില്ല ഇനി ഡിവൈൻ ചെയ്യട്ടെ. എനിക്ക് അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ചിരി ഒന്നും. മാം ഒന്ന് അത് കണക്ട് ചെയ്ത് പറഞ്ഞപ്പോഴേ. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. അതെ, സജ്ന മാം പറഞ്ഞ മാതിരി, ആർ യു ഹാപ്പി? യെസ്, ദെൻ ഇറ്റ്സ് ഓക്കെ അല്ലേ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ സന്തുഷ്ടരാണോ, നിങ്ങൾ ഹാപ്പിയാണോ, നിങ്ങൾ ഓക്കെ ആണോ, പിന്നെ മറ്റൊരാളുടെയും കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ട. ബിക്കോസ് അൾട്ടിമേറ്റ്ലി നമ്മളാണ് എല്ലാത്തിനും എബവ് നിൽക്കുന്നത്. അച്ഛനെ സന്തോഷിപ്പിക്കാൻ, അമ്മയെ സന്തോഷിപ്പിക്കാൻ, ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ, മക്കളെ സന്തോഷിപ്പിക്കാൻ ഒരിക്കലും ജീവിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഡ്യൂട്ടികൾ ചെയ്യൂ. ഒന്നും ചെയ്യേണ്ട, തന്നിഷ്ടം നോക്കണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് കുറെ ഡ്യൂട്ടീസ് ഉണ്ടല്ലോ, അച്ഛനെ, അമ്മയെ, അല്ലെ, ഫാദറിനിലോ, മദറിനിലോ, മക്കളെ, ഹസ്ബൻഡിനെ, കൂടപ്പിറപ്പുകളെ, അവരെയൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ചെയ്യുക. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഒന്നും പ്രാക്ടീസ് ചെയ്യണ്ട, തുടങ്ങണ്ട. വൺസ് യു ഡു ഇറ്റ്, പീപ്പിൾ വിൽ ഡിമാൻഡ് ഇറ്റ്. അപ്പൊ അത് ചെയ്യണ്ട. ഇവർക്കൊക്കെ വേണ്ടി ചെയ്തു കഴിഞ്ഞാലും അവനവൻ എന്താണോ ഇഷ്ടം, ഒരു പലപ്പോഴും ഞാൻ പറയാൻ, ഒരു ഫുഡ് ആണെങ്കിലും ശരി, ഒരു ഡ്രസ് ആണെങ്കിലും ശരി, ചെയ്യുന്ന വർക്ക് ആണെങ്കിലും ശരി, ജോബ് ആണെങ്കിലും ശരി, വാട്ട് ബ്രിങ്സ് ഹാപ്പിനെസ് ടു യു, അത് മാത്രം ഫോക്കസ് ചെയ്യാന്നുള്ളത്. അതെ, മുട്ട സജന മാം കഴിക്കുന്നുണ്ടോ? മുട്ട പുഴുങ്ങുമ്പോൾ പറഞ്ഞ എക്സ്ട്രാ ഇടുന്നുണ്ടോ?
ഹലോ ഇല്ലെന്ന് അർച്ചന മാം. തോന്നുന്നുണ്ട്. യെസ് പറയും. ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ എനിക്ക് ഒരുപാട് സ്ട്രൈക്ക് ചെയ്ത ഒരു വേർഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ കാര്യമാണ്. എനിക്കും തോന്നുന്നു അതാണ് ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായത്. നമ്മൾ ഒബ്സർവ് ചെയ്യാൻ നമ്മളൊരു ഏജ് വരെയാണല്ലോ നമ്മളെല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുക, നമ്മളൊരു ശീലങ്ങൾ പഠിക്കുക, നമ്മളായി മാറുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. ഒരു 10-20 വയസ്സ് വരെ നമ്മൾ ലോകം മനസ്സിലാക്കിയിട്ട് അതിൽ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ ചൂസ് ചെയ്ത് അത് സ്ഥിരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഒരു പാർട്ടി ആണെങ്കിലും ഒരു മതമാണെങ്കിലും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ജീവിക്കുക. പിന്നെ അങ്ങോട്ടൊരു പഠനം ഉണ്ടാവില്ല, ഒരു ഒബ്സർവേഷൻ ഉണ്ടാവില്ല, പിന്നെ കമ്പാരിസൺ ആണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒബ്സർവേഷൻ കുറയുന്ന സമയത്താണ് നേരത്തെ മാം പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ ജീവിതവും അവരുടെ അവസ്ഥകളൊന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് തിരിച്ചറിയാനോ കഴിയാതെ നമ്മളിലേക്ക് മാത്രം ഒതുങ്ങി ചിന്തിക്കുമ്പോഴാണ് നമ്മളെ പ്രശ്നങ്ങൾ വലുതായിട്ട് തോന്നുന്നത്. തീർച്ചയായിട്ടും ആ ഒബ്സർവേഷനും സ്റ്റഡിയും എവിടെയാണോ സ്റ്റോപ്പ് ആവുന്നത് അവിടെ മുതൽ ആ വ്യക്തി സ്ട്രെസ് ആവുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ഈ ലോകത്തെ പഠിക്കുകയും മനസ്സിലാക്കുകയും കൂടുതൽ കൂടുതൽ മരണം വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ ഈ ഒരു ഭൂമിയിൽ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കാൻ കഴിയും എന്നുള്ളൊരു നല്ലൊരു സ്റ്റോറി മാം പറഞ്ഞു. നല്ല ക്ലാസ് ആയിരുന്നു, നന്നായിട്ട് തന്നെ എടുത്തു. താങ്ക് യു. ഇന്ന് ഖത്തറിലും കാസർഗോഡൊക്കെ നേരത്തെ സൂര്യൻ ഉദിച്ചെന്ന് തോന്നുന്നുണ്ട്. അല്ല, ഇന്ന് ഉറക്കം ഒഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്, നാളെ ലീവാണല്ലോ. ഓക്കെ. അല്ല, അത് വളരെ കറക്റ്റാണ്. ഒബ്സർവേഷൻ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഒബ്സർവേഷൻ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല കേട്ടോ. വെൻ യു ഓൾ പീപ്പിൾ ആർ താങ്ക് യു. ആരാണ് ഈ സൂം യൂസർ? ഞാൻ സഫ്ന. ആ സഫ്ന ഇന്നലെ ക്ലാസ് എടുത്തത് ഞാനായിരുന്നു. ഓക്കെ ഓക്കെ. ഇന്നലെ ഞാൻ അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ടത് പേര് മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. ഞാനത് ചെയ്യാം. ഓക്കെ. അല്ല, ഇപ്പൊ സാറ് എടുത്തു പറഞ്ഞല്ലോ ഒബ്സർവേഷന്റെ കാര്യം. അപ്പൊ അതിൽ ഒരു ഇത് പറയാനുള്ളതെന്ന് വെച്ചാല്, ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഈ ഒരു പോസിറ്റിവിറ്റി കാണാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. വെൻ യുവർ ട്രെയിനേഴ്സ്, നിങ്ങൾ ട്രെയിനർ ആയിക്കോട്ടെ, നിങ്ങൾ ടീച്ചർ ആയിക്കോട്ടെ, ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, വട്ട് എവർ മേ ബി യുവർ പ്രൊഫഷൻ, ഇനി ഒന്നും അല്ലാത്ത സാധാ മനുഷ്യനായിക്കോട്ടെ, ഒബ്സർവേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ ആദ്യം ചില സമയത്ത് നമ്മൾ എന്താ പറയുക, നമ്മൾ വേണം എന്ന് വെച്ച് ചെയ്യേണ്ട ഒരു സാധനമാണ്. കുറച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തും ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും. എല്ലാത്തിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒബ്സർവേഷൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ കിളികളെയും പൂച്ചകളെയും പൂക്കളെയും പുഴുവിനെ വരെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ നമ്മൾ ഒരു കീൻ ഇൻട്രസ്റ്റ് വരും നമുക്ക്. എല്ലാത്തിലും എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാവും, എല്ലാത്തിലും എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഒരു സിമ്പിൾ കാര്യം പറയാം. എൻ്റെ വീട്ടിൽ ചെമ്പോത്തില്ലേ, ചെമ്പോത്ത്, ഉപ്പൻ എന്ന് പറയും ചിലവര്. ഈ ചെമ്പോത്തുണ്ട്. ഈ ചെമ്പോത്ത് ആദ്യം ഒരു ചെമ്പോത്തായിരുന്നു, പിന്നെ ഭാര്യയും ഭർത്താവാണെന്ന് തോന്നുന്നു, രണ്ടുപേര് സ്ഥിരം വരും. ഇപ്പൊ ഒരു കുഞ്ഞിനെയും കൊണ്ടാ വരുന്നത്. അപ്പൊ ഈ ചെമ്പൊത്ത് ഇങ്ങനെ വരും, കരയും. അപ്പൊ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ കാണാം, ആദ്യമൊക്കെ ഈ ചെമ്പൊത്ത്, ഇവിടെ കുറെ കാക്കകൾ വരും ഭക്ഷണം കഴിക്കാൻ. അപ്പൊ ഈ ചെമ്പൊത്ത് വന്നിട്ട് ഒരു ചപ്പാത്തി മാത്രമേ തിന്നുള്ളൂ. അതാണ് അതിനോടാണ് ഭയങ്കര കമ്പം. ചോറൊക്കെ ഇപ്പം വളപ്പിലുള്ള വല്ലതൊക്കെ പറമ്പിലുള്ള കഴിക്കുന്നില്ല, നമ്മൾ കൊടുക്കണേൽ ചപ്പാത്തി. അപ്പൊ ഈ ചപ്പാത്തി എടുത്തിട്ട് അത് പറന്നു പോകും. അപ്പൊ ഈ ഒരു കഷ്ണാണ് അത് ആകെ എടുക്കുന്നത്, പറന്നു പോകും. അപ്പൊ ഒബ്സർവ് ചെയ്തപ്പോ മനസ്സിലായത് അത് ആ കുഞ്ഞിന് കൊടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഭയങ്കര കൗതുകം തോന്നി, കുട്ടീനെ നോക്കണത് കണ്ടോ. ഇപ്പോ ആ ചെമ്പോത്ത് എന്താ ചെയ്യണമെന്നറിയോ? അത് എടുത്തിട്ട് ഈ കുഞ്ഞിനെ നോക്കി തിന്നും. കുഞ്ഞ് അടുത്തേക്ക് വരുമ്പോ ഇത് കൊത്തിയിട്ട് ആട്ടുകയാണ്, ഓടിച്ചു വിടുകയാണ് സ്വന്തം കുട്ടീനെ. അപ്പൊ ആ ഒബ്സർവേഷനിൽ മനസ്സിലായത് എന്താ? നമ്മൾ മനുഷ്യര് മാത്രമാണ് 60 വയസ്സായാൽ 34-ാം വയസ്സുള്ള ചെക്കന് ഇപ്പോഴും വെള്ളം എടുത്തു കൊടുക്കുന്നത്. പക്ഷികളും മൃഗങ്ങളും ചെയ്യില്ല, കൊത്തിയാട്ടും ഓടിക്കും. അതൊരു വലിയൊരു ഇതല്ലേ, മെസ്സേജ് അല്ലേ നമുക്ക് തരുന്നത്. ഇതുപോലെയാണ് ഒബ്സർവേഷൻ എത്രത്തോളം നമ്മൾ വെക്കുന്നു, നമ്മൾ ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ആണ് നേടുന്നത്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഫീൽഡിലൊക്കെ ആകുമ്പോൾ നമുക്ക് പല സ്ഥലത്തും ഇത് പറഞ്ഞു കൊടുക്കാം, ഉപയോഗിക്കാം. ഇറ്റ് ഇസ് ഹെൽപ്ഫുൾ. ഗുഡ് മോർണിംഗ് മാം. ഞാൻ എത്രയോ
I'm trying to get into to appreciate your session. Ellarum kari parnoniya. So many of them have expressed my feelings, but very, very well said, ma'am. Really, I feel ഈ മോർണിംഗ് സർക്കിൾ കയറുമ്പോ എനിക്ക് കുറെ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതുണ്ട്. ഓരോരാള് ഡിസ്കസ് ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിൽ എന്താണ് പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലത്തെ ആൾക്കാരൊക്കെ എണിച്ച ശേഷം ഞാൻ എന്താ കേട്ടിരിക്കുന്നത്, വാട്ട് ഐ ഹിയർ, I try to share that with them. I keep telling them, see, life you have to learn a lot from different fields, different persons, and I'm really blessed to have joined this Wimble Academy, and your session was extremely beautiful, ma'am, and Thank you so much, ma'am. thought provoking, ma'am, and I admire the way you take the sessions as well, how cheerful you are, how you include stories into it, and from the beginning to the end you are the same person. Thank you very much. Thank you so much. Hello, good morning, ma'am. Yes, പറയൂ. Yes, ഷജില മാം. ഒരുപാട് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിൽ കുറേ കാര്യങ്ങൾ വന്നു. എൻ്റെ സ്വന്തം കാര്യമായാലും ഞാൻ കാണുന്ന കുറെ ആളുകളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു. അതായത് ഓരോന്ന് പറയുമ്പോഴും എന്താണ്, നമുക്ക് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആവായിരുന്നു, അല്ലെങ്കിൽ അതായിരുന്നു നല്ലത്, അല്ലെ? അങ്ങനെ ഒരു അപ്പൊ നമ്മൾ ചില ആളുകൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവർക്കതൊന്നും മനസ്സിലാവുന്നില്ല. ഈ പ്രോസസ്സ് ശരിക്കും ട്രസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫിന് ഇമ്പാക്ട് ഉണ്ടാക്കും എന്ന് പറയുന്നത് ആ ഗ്രാറ്റിറ്റ്യൂഡും. അത് ഭയങ്കരമായിട്ട് അത് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവുണ്ടാവില്ല. ഒരു കാര്യം ഇങ്ങനെ കുടുങ്ങി കിടന്നിട്ട് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് മുന്നോട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുപോലെ നമ്മൾ വരുമ്പോ എനിക്ക് കുറെ കാര്യങ്ങൾ റിലേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഞാൻ നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും പോയാലും പിന്നെ വരുന്നത് നല്ലതാണ് എന്ന് ചിന്തിക്കുമ്പോ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് അപ്പൊ ഭയങ്കര നല്ലൊരു സെഷൻ ആയിരുന്നു. പിന്നെ അതില് എനിക്ക് ഒരു കാര്യം പറഞ്ഞപ്പോ ഓർമ്മ വന്നു, ലിഫ്ന മാമിനെ ഓർമ്മ വന്നു. ഞാന് ലിഫ്ന മാമിനെ വിംബിളിലേക്ക് കണക്ട് ചെയ്തത് ഞാനായിരുന്നു. അപ്പൊ 2-3 തവണ ആളെ കോണ്ടാക്ട് ചെയ്തിട്ടും ഭയങ്കര സംശയമായിരുന്നു, ഡൗട്ട്. മുന്നേ കുറെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം. അതിനുശേഷം ആളുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ഈ ഒരു ഇതിലെടുക്കുമ്പോ തന്നെ ഭയങ്കരമായിട്ട് ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ ഇടക്ക് കാണുന്ന സമയത്ത് ഞാൻ ഇന്നലെയും കൂടെ ചിന്തിച്ചുള്ളൂ, അന്നത് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോന്ന് പറഞ്ഞ ഈ ഒരു സൈഡ് വേറൊരു ലോകം പോലെ നമുക്ക് തോന്നുന്നുണ്ടാവില്ലേ ചില കാര്യം. കുറെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആവുമ്പോ. അപ്പൊ പിന്നെ അതിനുശേഷം സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും ഭയങ്കര വർത്തായി അന്ന് അത് ജോയിൻ ചെയ്തത്. അതിനുശേഷം കുറെ കണക്ഷൻ നമുക്ക് കിട്ടുന്ന സമയത്ത് അപ്പൊ അത് ഞാൻ പെട്ടെന്ന് ഓർത്ത്. അപ്പൊ താങ്ക് യു. നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. മാം ഇത് പറഞ്ഞപ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വന്നൊരു കാര്യം പറയാം. നമ്മുടെ വിജയനും ദാസനും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നുണ്ട്, അല്ലേ? അതില് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, അങ്ങനെ പറഞ്ഞിട്ട് ഈ ദാസനും വിജയനും വെറുതെ ഇരിക്കണ്ടോ? ഇല്ലല്ലോ. പശുക്കച്ചവടം ചെയ്യുന്നു, ജോലി അന്വേഷിച്ച് നടക്കുന്നു. സോ ദേ ആർ ഡൂയിങ് ദെയർ പാർട്ട് എന്നുള്ളതാണ്. അവർ ആ ഒരു പ്രോസസ്സിൽ, ട്രസ്റ്റ് ദ പ്രോസസ്സിലാണ് അവർ ചിന്തിക്കുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന്. പക്ഷെ അവർ വെറുതെ ഇരിക്കുന്നില്ല. അതാണ് അതിലെ മെസ്സേജ്. അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഫെയിലിയർ ആവുമ്പോൾ അവർ ചിന്തിക്കണം എന്താണ്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. നമ്മൾ തമാശയ്ക്ക് അത് പറയും, പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് കണക്ട് ചെയ്ത് നോക്കിയ ഒരു തമാശ കറക്റ്റ് അല്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോവുക. അത് റൈറ്റ് ടൈം വരുമ്പോ ലോട്ടറി അടിക്കും. അതെ, ഈ വിജയന്റെയും ദാസിന്റെയും കഥ കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങളത് ഒരു ഡിസ്കഷനിൽ പറഞ്ഞതാണ്. അതായത് ഒരു തമാശക്ക് പറഞ്ഞാണ് വിജയനും ദാസിനും പറഞ്ഞ പോലെ ആവുമെന്ന് ഒരു പ്ലാനിങ്ങിന്റെ ഇടയിൽ. അപ്പോ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ വിജയനും ദാസനും ആ ഒരു സമയത്ത് അങ്ങനെ ഒരു സ്വപ്നം മാത്രം കണ്ടുള്ളൂ. പിന്നീട് അടുത്ത പാർട്ടിൽ അവര് ഉദ്ദേശിച്ചതിനേക്കാളും നല്ല രീതിയിലാണ് വന്നത്. അതെ അതെ. അപ്പൊ അവര് വിചാരിച്ചത് ഒരു പശുക്കച്ചവടം അങ്ങനെ ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ അവര് പിന്നീട് വന്നത് വേറെ ലെവലിലായിരുന്നു. അപ്പൊ അത് താങ്ക് യു. അതെ, സത്യമാണ്. വിജയനും ദാസനും അതേ സമയത്ത് ദുബായിൽ പോയിരുന്നെങ്കിൽ ചിലപ്പം അല്ലെ അവര്
അതെ, ചെന്നൈയിൽ ഇങ്ങനെയൊന്നും ഇറങ്ങുന്നതിന് പകരം ദുബൈയിലാണ് പോയിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും അവിടെ അവസ്ഥയിലല്ലേ എത്തിയിട്ടുണ്ടാവുക. ഏതെങ്കിലും ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലൊക്കെ ചുമട്ട് തൊഴിലാളിയോ ഒക്കെ ആയി അതെ. ഏതെങ്കിലും ഒരു ക്യാമ്പിൽ കടന്നേനെ അല്ലേ? സോ ട്രസ്റ്റ് ദ പ്രോസസ് അവര് ചെയ്തു. വീണടം വിഷ്ണു ലോകം എന്ന് പറയില്ലേ, അത്രേ ഉള്ളൂ. നമ്മള് വീണടം അടിപൊളിയാക്കുക. അത് നോട്ട് ചെയ്തിരിക്കുന്നു. അത് എല്ലാരും ഉറപ്പ് പറഞ്ഞു വരുത്തണം. കഴിഞ്ഞെങ്കിൽ SLC ആ ബുക്ക് അവിടെ വെച്ചേക്കും. ആർക്കെങ്കിലും ആഡ് അതാ ചെയ്യാനുണ്ടോ? ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം റിസൾട്ട് കിട്ടാതെ ആവുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഈ റിസൾട്ട് കിട്ടാത്തത് എന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ആ ഒരു ഇടുന്ന എഫേർട്ട് നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് പ്ലസ് ആയിട്ട് വരും. ഒരു പ്രോജക്റ്റിൽ കുറേ കാലം വർക്ക് ചെയ്തിരുന്ന സമയത്ത് അത്യാവശ്യം നല്ല വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് ലോഡ് രാത്രി 10 മണി 11 മണി വരെയൊക്കെ ഇരിക്കണം, രാവിലെ നേരത്തെ ഓഫീസിൽ പോകണം. പക്ഷെ ആ കിട്ടുന്ന എഫേർട്ടിനൊന്നും നമുക്ക് അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്, നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇടുന്ന എഫേർട്ടിനുള്ള ഒരു ഔട്ട്കം വരുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ആ പ്രോജക്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി പിന്നെ വേറൊരു ടീമിലേക്ക് മാറി. ആ ഇടയ്ക്ക് എൻ്റെ വിസ എല്ലാം അപ്രൂവ് ആയി നിൽക്കുന്ന സമയത്താണ്. അപ്പം അങ്ങനെ ഞാനൊരു ദിവസം ഇങ്ങനെ നമ്മുടെ കൊളീഗ്സിൻ്റെ കൂടെ കഫറ്റീരിയയിൽ ഇരിക്കുകയാണ് ചായ കുടിക്കാനായിട്ട്. അപ്പം എൻ്റെ മാനേജറുടെ, അതായത് എൻ്റെ മാനേജറുടെ മാനേജർ, ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാളും അവരുടെ അതേ പിയർ ആയിട്ടുള്ള വേറൊരു ആളും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കൗണ്ടറിൽ നിൽക്കുക ചായ കുടിക്കാനായിട്ട്. അപ്പം ഇങ്ങനെ അവരെന്തോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് എന്തോ വിശേഷം ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ, എന്തായി ഓപ്പണിങ്സ് എന്തെങ്കിലും കിട്ടിയോന്ന് ചോദിച്ചു. വിസയൊക്കെ അപ്രൂവ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം ഇത് കേട്ടപ്പോൾ മറ്റേ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ ചോദിച്ചു, യു ഹാവ് എ വിസ, ഐ വാസ് ലുക്കിംഗ് ഫോർ സംബഡി വിത്ത് സ്റ്റാമ്പ്ഡ് വിസ എന്ന്. മറ്റേ ആൾക്ക് എന്നെ പരിചയമൊന്നുമില്ല. അപ്പം ഇയാൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻഡോഴ്സ് ചെയ്തു എൻ്റെ മാനേജറുടെ മാനേജർ. അപ്പം ഞാൻ അത് കഴിഞ്ഞാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ വേറൊരു സ്ഥലത്ത് ഇടുന്ന എഫേർട്ടിന് നമുക്ക് അവിടെ നിന്ന് റിസൾട്ട് കിട്ടണമെന്നില്ല, ബട്ട് സംഹൗ ഇറ്റ് വിൽ ഹെൽപ്പ് us ടു ഗ്രോ എന്നുള്ളതാണ്. അല്ല, ഇപ്പം മോർണിംഗ് സർക്കിളിലാണെങ്കിലും എൻ്റെ തന്നെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. നമ്മൾ ഈ മോർണിംഗ് സർക്കിളിൽ സംസാരിക്കുന്നത് കൊണ്ട് വേറെ എവിടെ ചെന്നാലും ആളുകൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടുന്ന് ഇടുന്ന എഫേർട്ടിന് ചിലപ്പോൾ ഇവിടുന്ന് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും വേറൊരു സ്ഥലത്ത് നമുക്ക് റെക്കഗ്നേഷനും അതുപോലെ റിസൾട്ടും എല്ലാം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കിനി ആരോടെങ്കിലും ചോദിച്ചാലും പറയാം നമുക്ക് ധൈര്യമായിട്ട് നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതിന് വേറെ വി ഡോണ്ട് ഹാവ് ടു പ്രൂവ് അല്ലേ? അതെ. അപ്പം നമ്മൾ ചെയ്യുന്നത് ചെയ്തുകൊണ്ടേ ഇരിക്കുക, വി വിൽ ഗെറ്റ് ദ റിസൾട്ട്. പിന്നെ ഓരോരുത്തരുടെയും ലൈഫ് ക്ലോക്ക് വേറെയാണ്. ഷുഡ് നോട്ട് കമ്പയർ വിത്ത് അതേഴ്സ്. നമുക്ക് വരാനുള്ളത് എപ്പോഴാണെങ്കിലും നമ്മുടെ അടുത്ത് വന്നു ചേരും. വന്നിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് മെന്റ് ഫോർ അസ്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമുക്ക് വരാനുള്ളതാണ് ഈ വഴി തങ്ങൂല, അതിപ്പോ എന്തായാലും അല്ലേ? വരാത്തതാണെങ്കിൽ നമുക്കല്ല, നമുക്ക് വിധിച്ചതല്ല. അതെ, ആ നാടോടിക്കാറ്റ് സിനിമയിലെ പാട്ട് പാടണമെന്ന് സജന മാമിന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാല് സന്തോഷമല്ലേ? രാവിലെ അല്ലേ? അതെ അതെ, വൈശാഖ സന്ധ്യ എന്ന് കേക്കട്ടെ, 4 വരി. അവിടുന്ന് കമന്റുകൾ ഇട്ടോണ്ടിരിക്കുക ഓരോന്നിന്. പാട്ട് ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. പാടുന്ന് പറഞ്ഞിട്ടില്ലാന്നല്ലേ? ശരി, അപ്പൊ ഒരുപാട് സമയമായി. എന്നാലും സന്തോഷം, ഇത്രയും സമയമായിട്ട് ആളുകളൊന്നും പോയില്ലല്ലോ. മീൻസ് കുറെ പേര് ഇപ്പോഴും ആരുടെയെങ്കിലും ഒന്നും പറയാനില്ലെങ്കിലും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേൾക്കാനും അല്ലെ, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും എല്ലാം സമയം കണ്ടെത്തി ഇവിടെ ഇരിക്കുന്നു എന്ന് കാണുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. രാവിലെ ഇത്രയും ആളുകൾ മറ്റുള്ളവരുടെ, അതായത് നമുക്കൊന്നും പറയാനില്ലെങ്കിലും മറ്റുള്ളവരെ നമുക്ക് എന്തെങ്കിലും കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതും വളരെയധികം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അൻസാർ സാറ് വണ്ടി ഓടിക്കാണോ? അതാണ് മിണ്ടാത്താവോ? എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ചിരിക്കാറുണ്ട്. എന്നാ പറഞ്ഞോ, ഇല്ലെങ്കിൽ നമ്മളിപ്പത്തേ കൂടുങ്കിടക്കെടുത്ത് പോകും ഇപ്പോ. എന്തായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാം. മാമിന്റെ ക്ലാസ് എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഒരു 7 മണി വരെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ 7 മണി ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാ.
7 മണിയായ എന്റെ കാര്യങ്ങളൊക്കെ ചുറ്റും. ഞാൻ പോണെന്ന് വിചാരിച്ചാലും വിടണ്ടല്ലോ. ഞാൻ 6:10 കഴിഞ്ഞപ്പോ ക്ലാസ് നിർത്തി. മാം അത് കണക്കാക്കി വന്നിരിക്കണത് മാമിന്റെ ഇരിപ്പിലുണ്ട് അവിടെ. ഞങ്ങൾ ബോഡി ലാംഗ്വേജ് അറിയാലോ, മാമിന് അറിയാലോ നമുക്ക്. ഇല്ല ഞാനിങ്ങനെ ആലോചിക്കാണ് എത്ര നേരം കൊണ്ട് ഇന്നത്തെ മെനു സെറ്റ് ആകും. ഞാൻ അതിനനുസരിച്ച് എന്റെ മെനു സെറ്റ് ആക്കിയിട്ടേ വരുള്ളൂ. അത്രയും കുറവ് പണിയുള്ള മെനു. അത്രേ ഉള്ളൂ. നമ്മള് ആർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൽ നിന്ന് നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്തിരിക്കുക. നമ്മൾക്ക് കിട്ടേണ്ടത് എന്തും അത് നമ്മളെ യൂണിവേഴ്സ് നമുക്ക് തരും. കൺഫേം ആണ്. അത് നമ്മളുടെ 2 പാറക്കെട്ടിന്റെ ഇടയിലാണെങ്കിൽ പോലും അത് നമ്മൾക്ക് എത്താനുള്ള നമുക്ക് എത്തുകയും ചെയ്യും. നമ്മുടെ തൊണ്ടക്കുഴിയിൽ ഇരിക്കുന്ന മുതലാണെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിരിക്കുന്ന സാധനങ്ങളാണെങ്കിൽ അത് നമ്മുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഇറങ്ങുക പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതെ. അത് ഖുറാനിലുള്ള ഒരു വാക്കാണത്. ഞാനത് മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞേ പറഞ്ഞു. ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുക. നമുക്ക് വരുന്ന ഏത് സിറ്റുവേഷനും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുക. ലൈഫ് അതെ. അടിപൊളിയാവും. ഹാപ്പി. എന്തായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. അതാണ് നമുക്ക് വരാനുള്ളത്. പാണ്ടിലോറി കയറി വരും അല്ലെ, റോക്കറ്റ് കയറി വരും. കിട്ടാനുള്ളതൊന്നും വഴി അതെ. തന്നില്ല. ഇത് പഴഞ്ചൊല്ല് വെറുതെ നല്ല ആളുകൾ പറഞ്ഞിരുന്നത്. ഓട്ടോ പിടിച്ചാണേലും കേറി വരുമെന്നാ പറയാറ്. അതെ, ഓട്ടോ പിടിച്ചിട്ടായാലും കയറി വരുമോ? ഇനി ഓരോരുത്തരും വീട്ടിന്റെ മുറ്റത്ത് വരുന്ന ഓട്ടോ കാണുമ്പോ ഇത് നമുക്കുള്ളത് എന്തെങ്കിലും ആണോ എന്ന് നോക്കിയിരിക്കാറാവോ? അങ്ങനെ തന്നെയല്ലേ ചിലതൊക്കെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, അതിനിപ്പോ ഒരു പ്രശ്നമാവട്ടെ, ഓഫർ ആവട്ടെ, എന്തോ അതെ, നമ്മൾ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാത്ത സമയം, നമ്മൾ ചിലപ്പോൾ അതിലേക്ക് ഡയറക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞ പോലെ സാർ ചെയ്യേണ്ട പ്രൊജക്ട് ഒക്കെ ചെയ്തു. ആ പ്രൊജക്റ്റിൽ നിന്നല്ല തിരിച്ചെന്തെങ്കിലും കിട്ടിയത് എന്നുള്ളതാണ്. പക്ഷെ ആ ചെയ്ത പണിക്കുള്ള വാല്യൂ അപ്പുറത്തുണ്ടായിരുന്നില്ല. അപ്പൊ അതാണ് നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ വരും കിട്ടാനുള്ളത്. സംതിങ് ഈസ് ബാക്ക് ഇൻ ദ സ്റ്റോർ. യെസ്, ഡെഫിനറ്റ്ലി. ഇന്ന് ബ്രെഡ് ടോസ്റ്റ് ആണ്. മനഃപൂർവ്വം കരിയിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല കേട്ടാ. ഇനി ഞാൻ കരിയിച്ച് കറുത്ത കളറാക്കിയതുകൊണ്ട് എനിക്ക് ഫോട്ടോ ഒന്ന് ഇട്ടുതരട്ടെ സജന മാം. ബ്രെഡ് ടോസ്റ്റ് കറുത്ത് കൊണ്ടതൊന്നും ജീവിതത്തിലൊന്നും വരാനും പോളില്ലേ. അതൊരു തിയറി മാത്രമാണ്. ഇന്ന് കരിയിച്ച് പാവം വീട്ടുകാരി. എന്നിട്ട് എന്റെ ക്ലാസ്സിന്റെ പേരും. നമുക്കിന്ന് പോയാലോ? ബാക്കിയുള്ള ചർച്ചകൾ നമുക്ക് ഗ്രൂപ്പിലാവാം അല്ലേ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻ. ഞാൻ പുതിയ ആളാണ്. താങ്ക് യു ഞാൻ മാം. പുതിയ ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു മാം. താങ്ക് യു. അതാരാ പുതിയ ആൾ? പേര് പറയൂ. അസീല. ഗ്രൂപ്പിലെ ഹായ് ഇട്ടതായിരുന്നു അല്ലേ? ഇതുപോലെ എന്നും വരാം. ഓരോ ദിവസം ഓരോരുത്തരുടെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ചു നേരം സംസാരിച്ച് സൊറ പറഞ്ഞിരുന്നു പോവാം. എല്ലാ ദിവസവും സൊറ പറയാൻ പറ്റില്ല കേട്ടാ. ഞാൻ എന്നെ ലേബിൾ ചെയ്തിരിക്കുകയാണ് സൊറ പറയാനുള്ള ആളാണ്. അപ്പൊ പിന്നെ എന്റെ സെഷൻ എന്തായാലും കഥ പറച്ചിലുണ്ടാവും. അർച്ചന മാമിന്റെ ക്ലാസ് ആകുമ്പോഴേ അവിടെ ഒരു എൻജിൻ ഉണ്ടാവില്ല എന്ന് ഉറപ്പായിരുന്നു. അതെ, ഞാൻ അവസാനം എല്ലാം എടുത്ത് ഓടേണ്ടി വരും. ഞാൻ ആ ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇപ്പം പായം തലയിണയൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. അല്ല, ചിലവര് പറയില്ലേ ചന്ദനം ചാരിയ ചന്ദനം മണക്കെന്ന് പറഞ്ഞ പോലെ എന്നെ ചാരിയിട്ട് ചിലവർക്കൊക്കെ ചന്ദനം മണക്കുന്നുണ്ട് ഇപ്പൊ. ചിലവരൊക്കെ 1 മണിക്കൂറൊക്കെ ക്ലാസ് എടുത്ത് തുടങ്ങി അല്ലേ സജന മാം? അതെ. ആ, ഇപ്പൊ സാറ് പറയും എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, സാറിനെ മാത്രം ഉദ്ദേശിച്ചാണ് പറഞ്ഞത് കേട്ടാ. നോട്ട് ദ പോയിന്റ്. അപ്പൊ പോവാം ഇനി ബാക്കി ഗ്രൂപ്പില്. അപ്പൊ ഇനി താങ്ക് യു. അങ്ങോട്ടുള്ള എല്ലാ ദിവസവും അടിപൊളിയാവട്ടെ, ശുഭമാവട്ടെ. ട്രസ്റ്റ് ദ പ്രോസസ്. അതെ. താങ്ക് യു. ഓക്കെ, then bye. Thank you.